വെൽക്കം ടു മാസ്റ്റർ കെ അക്കാദമി. മാസ്റ്റർ കെ അക്കാദമിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇറ്റ്സ് മീ വിഷ്ണു അശോക്. നമ്മളെല്ലാം വെയിറ്റ് ചെയ്തുകൊണ്ടിരുന്ന അല്ലെ നമ്മളെല്ലാം കാത്തിരുന്ന നമ്മുടെ സ്റ്റേറ്റ് ടാക്സ് ഓഫീസറിന്റെ നോട്ടിഫിക്കേഷൻ ഉടനെ തന്നെ വരികയാണ്. നമ്മൾ ഇനി എന്ത് ചെയ്യണം? നല്ല രീതിയിലുള്ള ഒരു പ്രിപ്പറേഷൻസ് തുടങ്ങണം. കൃത്യമായി പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് നേടിയെടുക്കാൻ പറ്റുന്ന ഒരു എക്സാം തന്നെയാണിത്. നമുക്കറിയാം PSC സംബന്ധിച്ചിടത്തോളം PSC വിളിക്കുന്ന ഈ ഒരു എക്സാമിന് എന്താണ് നമുക്ക് നല്ല പ്രതീക്ഷ അർപ്പിക്കാവുന്ന, നല്ല രീതിയിൽ പ്രതീക്ഷിക്കാവുന്ന ഒരു എക്സാം ആണിത്. അതായത് കൂടുതൽ അഡ്വൈസ് ഒക്കെ പോകാൻ ചാൻസ് ഉള്ള ഒന്നാണ്. അതുപോലെ തന്നെ നല്ലൊരു പൊസിഷനാണ്, നല്ലൊരു പേ സ്കെയിൽ കിട്ടുന്ന ഒരു ജോബാണ്, നല്ലൊരു റെപ്യൂട്ടഡ് ആയിട്ടുള്ള ഒരു ജോബാണ്. അപ്പോൾ അതിനു വേണ്ടി നമ്മൾ എന്ത് ചെയ്യണം? പ്രിപ്പയർ ചെയ്ത് തുടങ്ങണം. അപ്പോൾ ഇനി നോട്ടിഫിക്കേഷൻ വന്നിട്ട് തുടങ്ങാം, അല്ലെങ്കിൽ എന്താണ് കൺഫർമേഷൻ വന്നിട്ട് തുടങ്ങാം, ഇങ്ങനെ ഒന്നും പറഞ്ഞുകൊണ്ട് നിങ്ങൾ ഇരിക്കരുത്. എന്താണ് ഇനി സമയമില്ല എന്ന് വിചാരിച്ചുകൊണ്ട് എന്ത് ചെയ്യുക? പഠിച്ചു തുടങ്ങുക. നിങ്ങൾക്ക് സിലബസ് ഒക്കെ അവൈലബിൾ ആയിട്ടുണ്ടല്ലോ. ആ പ്രീവിയസ് ആയിട്ടുള്ള സിലബസ് ഒക്കെ ഡൗൺലോഡ് ചെയ്ത് വെച്ച് അതിലെ ഓരോ A to Z കാര്യങ്ങൾ എഴുതി വെച്ച് അല്ലെങ്കിൽ പ്രിന്റ് എടുത്ത് വെച്ച് അതിൽ ഓരോ കാര്യങ്ങൾ വീതം പഠിച്ച് അതിനനുസരിച്ചുള്ള MCQs വർക്കൗട്ട് ചെയ്ത് അങ്ങനെ ഒരു കൃത്യമായ സ്ട്രാറ്റജി ഫോളോ ചെയ്ത് പോയി കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാനായിട്ട് പറ്റും? ഈ ഒരു എക്സാം നേടിയെടുക്കാനായിട്ട് പറ്റും. സമയമില്ല എന്ന് തീരുമാനിക്കുക. ഇനി സമയമില്ല, ഇപ്പൊ തൊട്ട് തുടങ്ങണം. സമയം എന്താണ് കടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്, അല്ലെ? സമയമുണ്ട്, നാളെ പഠിക്കാം എന്ന് പറഞ്ഞ് മാറ്റിവെക്കാനായിട്ട് ഇനി നമ്മളുടെ മുന്നിൽ സമയമില്ല. ഉടൻ തന്നെ നോട്ടിഫിക്കേഷൻ വരും. അപ്പൊ അതുകൊണ്ട് എന്ത് ചെയ്യണം? ഉടനെ തന്നെ നമ്മൾ പഠിച്ചു തുടങ്ങണം. നമ്മളെ സംബന്ധിച്ചിടത്തോളം, മാസ്റ്റർ കീയെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ക്ലാസ്സുകളൊക്കെ ഓൺ ആയിട്ടുണ്ട്. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യുക? നമ്മുടെ ബാച്ചിലൊക്കെ ജോയിൻ ചെയ്യുക. അങ്ങനെയാണെങ്കിൽ നമുക്ക് സിസ്റ്റമാറ്റിക് ആയിട്ട് എന്ത് ചെയ്യാം? പഠിച്ചു പോകാം. അപ്പൊ ഞാൻ ഇന്ന് നിങ്ങളുടെ മുന്നിൽ എത്തിയിരിക്കുന്നത് നമ്മളുടെ ഈ ഒരു എക്സാമിന് പ്രീവിയസ് ഇയറിൽ ചോദിച്ച കുറെ അധികം ക്വസ്റ്റ്യനുകളുണ്ട്. എല്ലാ ക്വസ്റ്റ്യനുകളും ഒന്നും എടുത്തിട്ടില്ല, വളരെ ലിമിറ്റഡ് ആയിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യനുകൾ നിങ്ങളുടെ മുന്നിൽ ഒന്ന് പ്രസന്റ് ചെയ്യാനാണ്. എങ്ങനെ നമ്മൾ ഈ ഒരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യനെ ബേസ് ചെയ്ത് പഠിക്കണം എന്നുള്ള കാര്യം നിങ്ങളെ ഒന്ന് മനസ്സിലാക്കി തരാനായിട്ടാണ് ഞാൻ ഇന്ന് ഇവിടെ എത്തിയിരിക്കുന്നത്. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്തോണം? വീഡിയോ മുഴുവനായിട്ട് കാണണം, മക്കളെ, മുഴുവനായിട്ട് കാണുക. അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാവും എങ്ങനെയാണ് നമ്മൾ ഒരു ക്വസ്റ്റ്യനെ അപ്രോച്ച് ചെയ്യേണ്ടത് എന്ന്. നമുക്കറിയാം സെയിൽസ് ടാക്സ് ഓഫീസർ ഒക്കെ പോലുള്ള ഒരു റെപ്യൂട്ടഡ് ആയിട്ടുള്ള ഒരു പോസ്റ്റിലേക്ക് കയറുമ്പോൾ നമ്മൾ കയറണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? നല്ല രീതിയിലുള്ള പ്രിപ്പറേഷൻ കൊടുത്തു തന്നെ പോകണം. അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒന്നാണ് എന്ത്? പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറുകൾ നമ്മൾ എന്ത് ചെയ്യുക? കൃത്യമായി പഠിക്കുക എന്നുള്ളത്. ഇവിടെ നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാകും. ആദ്യത്തെ ക്വസ്റ്റ്യൻ, ആദ്യമായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് വിച്ച് ഓഫ് ദ ഫോളോവിങ് സ്റ്റേറ്റ്മെന്റ്സ് ആർ ട്രൂ ഇൻ റെസ്പെക്ട് ഓഫ് ക്യാഷ് ബുക്ക്. അതായത് ക്യാഷ് ബുക്കുമായി ബന്ധപ്പെട്ടിട്ടുള്ള 3 സ്റ്റേറ്റ്മെന്റുകളാണ് നമുക്ക് ആ ഒരു ക്വസ്റ്റ്യൻ അത് തന്നിരുന്നത്. ഇത് പ്രീവിയസ് ഇയറിൽ വന്ന ഒരു സെയിം ക്വസ്റ്റ്യൻ തന്നെയാണ് എടുത്തേക്കുന്നത്. ഓർത്ത് വെക്കുക, 3 സ്റ്റേറ്റ്മെന്റ് തന്നേക്കുക. നമുക്കറിയാം ഇപ്പൊ PSCയുടെ ഒരു പാറ്റേൺ ചേഞ്ച് ആയിട്ട് ഇപ്പൊ എങ്ങനെയാണ്? സ്റ്റേറ്റ്മെന്റ് ഓറിയന്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യനുകൾ കൂടുതലായിട്ട് വരികയാണ്. അപ്പൊ കൊമേഴ്സ് റിലേറ്റഡ് ആയിട്ടുള്ള PSC എക്സാമുകളൊക്കെ വരുമ്പോൾ, അല്ലെ കൊമേഴ്സ് സബ്ജക്റ്റുകൾക്കകത്ത് കൂടുതലായിട്ട് വരുമ്പോഴത്തേക്കിന് അതിനെന്താണ്? സ്റ്റേറ്റ്മെന്റ് ഓറിയന്റഡ് ക്വസ്റ്റ്യനുകളുടെ എണ്ണം കൂടുതലാണ്. നമുക്ക് നേരത്തെയൊക്കെ എന്താണ് പ്രോബ്ലംസ് ഒക്കെ കൂടുതൽ ചോദിക്കാമായിരുന്നു. ഇപ്പൊ എങ്ങനെയാണ്? പ്രോബ്ലംസ് അല്ല ചോദിക്കുന്നത്. ഈ പ്രോബ്ലം ചെയ്യാനുള്ള വഴികളുണ്ടല്ലോ, ഇതിനെ എന്ത് ചെയ്യാണ്? തിയററ്റിക്കൽ ആയിട്ട് ക്വസ്റ്റ്യൻ വരികയാണ്, സ്റ്റേറ്റ്മെന്റ് ഓറിയന്റഡ് ആയിട്ട് ക്വസ്റ്റ്യൻ വരികയാണ്. അതായത് പ്രോബ്ലം ചെയ്യാൻ വൃത്തിയായിട്ട് അറിയാവുന്ന ഒരാൾക്ക് എന്ത് ചെയ്യാനായിട്ട് വരത്തുള്ളൂ? ഈ ഒരു സ്റ്റേറ്റ്മെന്റുകൾ വായിച്ച്, ഇത്തരത്തിൽ വരുന്ന ക്വസ്റ്റ്യനുകളുടെ സ്റ്റേറ്റ്മെന്റുകൾ വായിച്ച് മനസ്സിലാക്കി അത് ശരിയാണോ തെറ്റാണോ എന്ന് മനസ്സിലാക്കാൻ പറ്റത്തുള്ളൂ. അപ്പൊ നമുക്കറിയാം ക്യാഷ് ബുക്ക് എന്ന് പറയുന്നത് ഒരു കൊമേഴ്സ് വിദ്യാർത്ഥിയെ സംബന്ധിച്ചിടത്തോളം അവൻ എന്നോട്ട് പഠിക്കുന്നതാണ്, +1 മുതൽ പഠിച്ചു പോരുന്ന കാര്യമാണ്. അപ്പൊ അതിനെ ബേസ് ചെയ്ത് ചോദിച്ച ഒരു സ്റ്റേറ്റ്മെന്റ് ഓറിയന്റഡ് ക്വസ്റ്റ്യൻ ആണിത്. നോക്കിയാൽ നമുക്ക് മനസ്സിലാവും. ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് തന്നേക്കാണ് സിംഗിൾ കോളം ക്യാഷ് ബുക്ക് ഈസ് പ്രിപ്പയർഡ് അണ്ടർ ഇംപ്രസ്ഡ് സിസ്റ്റം. അപ്പൊ നമുക്ക് ഇവിടെ മനസ്സിലായി, ഇവിടെ നമ്മൾ 2 കാര്യങ്ങൾ പഠിക്കണം. എന്താണ് സിംഗിൾ കോളം ക്യാഷ് ബുക്ക് എന്ന് അറിഞ്ഞിരിക്കണം, എന്താണ് ഇംപ്രസ്ഡ് സിസ്റ്റം എന്നറിയപ്പെടുക. ഈ 2 കാര്യം അറിയാമെങ്കിൽ നമുക്ക് ഈ ഒരു ക്വസ്റ്റിന് ആൻസർ ചെയ്യാൻ, ഈ ഒരു സ്റ്റേറ്റ്മെന്റ് ശരിയാണോ തെറ്റാണോ എന്ന് മനസ്സിലാക്കാൻ പറ്റും. അടുത്തത് പറഞ്ഞേക്കാണ് കോൺട്രാ എൻട്രി വിൽ അപ്പിയർ ഇൻ ഡബിൾ കോളം ക്യാഷ് ബുക്ക്. ഡബിൾ കോളം ക്യാഷ് ബുക്കിൽ അപ്പിയർ ചെയ്യുന്ന ഒന്നാണ് കോൺട്രാ എൻട്രി എന്നാണ് പറഞ്ഞിരിക്കുന്നത്. കോൺട്രാ എൻട്രി അപ്പിയർ ചെയ്യുന്ന എവിടെയാണെന്ന് പറഞ്ഞിരിക്കുന്നത്? ഡബിൾ കോളം ക്യാഷ് ബുക്കിലാണ് എന്നാണ് രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് പറഞ്ഞിരിക്കുന്നത്. ദെൻ മൂന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് പറഞ്ഞേക്കാണ് ട്രിപ്പിൾ കോളം അഥവാ 3 കോളം ക്യാഷ് ബുക്ക് വിൽ കണ്ടെയ്ൻ 3 എമൗണ്ട് കോളം. 3 കോളം അല്ലെ ട്രിപ്പിൾ കോളം ക്യാഷ് ബുക്കിന് 3 എമൗണ്ട് കോളങ്ങളുണ്ട്: ക്യാഷ്, ബാങ്ക്, ഡിസ്കൗണ്ട്. അപ്പൊ ഇത് 3 എന്തിനെ സംബന്ധിച്ചുള്ള ക്വസ്റ്റ്യൻ ആണ്? ക്യാഷ് ബുക്കും അതിന്റെ ടൈപ്സ് ഓഫ് ക്യാഷ് ബുക്ക്, ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ക്യാഷ് ബുക്കുകളുണ്ട്, അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. എന്നിട്ട് നമ്മളോട് ഓപ്ഷൻ പറഞ്ഞിട്ടുണ്ട് സ്റ്റേറ്റ്മെന്റ് 1 and 2 and 3 ആർ ട്രൂ, സ്റ്റേറ്റ്മെന്റ് 1 and 2 ആർ ട്രൂ, statement 2 is true, statement 2 alone
is true and statement 2 and 2 and 3 are true. അപ്പൊ ഇങ്ങനെ തരുമ്പോൾ നമുക്ക് കറക്റ്റ് ആയിട്ട് ഇതിനെപ്പറ്റി ഒരു നോളജ് ഉണ്ടെങ്കിൽ മാത്രമേ ആൻസർ ചെയ്യാൻ പറ്റത്തുള്ളൂ. ചിലരെ സംബന്ധിച്ചിടത്തോളം എന്താണ് വളരെ ഈസി ആയിട്ട് ഇതിന് ആൻസർ ചെയ്യും. എന്നാൽ പോലും നിങ്ങൾ ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾ ഇത് പഠിക്കേണ്ട രീതി എങ്ങനെയാണ്, ഒരു ക്വസ്റ്റ്യൻ എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾ പഠിക്കേണ്ട രീതി എങ്ങനെയാണെന്ന് വെച്ചാൽ ആദ്യത്തെ ഓപ്ഷൻ നോക്കുക, സിംഗിൾ കോളം ക്യാഷ് ബുക്ക് ഈസ് പ്രിപ്പയർഡ് അണ്ടർ ഇംപ്രസ്ഡ് സിസ്റ്റം. അപ്പൊ നമ്മൾ എന്തിനെ കുറിച്ചൊന്ന് മനസ്സിലാക്കണം, ഈ സിംഗിൾ കോളം ക്യാഷ് ബുക്ക് എന്താണെന്നും ഇംപ്രസ്ഡ് സിസ്റ്റം എന്താണ് എന്നൊക്കെയുള്ള കാര്യങ്ങളൊന്ന് മനസ്സിലാക്കണം. അപ്പൊ ഇവിടെ നമുക്ക് ആൻസർ വരുന്നത് സ്റ്റേറ്റ്മെന്റ് 2 and 3 are true ആണ്. അപ്പൊ ഓക്കെ, എന്തെങ്കിലും ആട്ടെ, നമുക്ക് നോക്കുക എന്താണ്. സിംഗിൾ കോളം ക്യാഷ് ബുക്ക് ഈസ് പ്രിപ്പയർഡ് അണ്ടർ ഇംപ്രസ്ഡ് സിസ്റ്റം. ഇംപ്രസ്ഡ് സിസ്റ്റത്തെ ബേസ് ചെയ്തിട്ടുള്ള അല്ല കേട്ടോ സിംഗിൾ കോളം ക്യാഷ് ബുക്ക്. അതെന്താണ് നമുക്ക് പറഞ്ഞുതരാം. ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു റീസൺ നോക്കാം. നമുക്ക് സിംഗിൾ കോളം ക്യാഷ് ബുക്ക് ഹാസ് ഓൺലി 1 എമൗണ്ട് കോളം. അതായത് നമുക്കറിയാം എന്താണ്, ക്യാഷ് ബുക്ക് പ്രിപ്പയർ ചെയ്യുമ്പോൾ നമ്മൾ ഒരു ടി ഫോർമാറ്റിലാണ് അല്ലെ, ടി ഫോർമാറ്റിലാണ് എന്ത് ചെയ്യുന്നത്, ക്യാഷ് ബുക്ക് പ്രിപ്പയർ ചെയ്യുന്നത്. ഒരേ ഒരു എമൗണ്ട് കോളം, ബോത്ത് സൈഡിൽ, രണ്ട് സൈഡിലും ഓരോ എമൗണ്ട് കോളങ്ങൾ വീതം മാത്രമേ ഏതിനുള്ളൂ, സിംഗിൾ കോളം ക്യാഷ് ബുക്കിനുള്ളൂ. അപ്പൊ എന്നിട്ട് പറഞ്ഞേ കാണോ, ഈച്ച് സൈഡ്, രണ്ട് സൈഡുകളിൽ, അതായത് ഡെബിറ്റ് സൈഡിലും ക്രെഡിറ്റ് സൈഡിലും ഒരേ ഒരു എമൗണ്ട് കോളങ്ങൾ മാത്രം റെപ്രസെന്റ് ചെയ്യുന്ന ക്യാഷ് ബുക്ക് ഏതാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏതാണ്? അതായത് നമ്മളുടെ ഡെബിറ്റ് സൈഡ് ഉണ്ട്, ക്രെഡിറ്റ് സൈഡ് ഉണ്ട്, റിസീവിങ് ആസ്പെക്ട്സും ഗിവിംഗ് ആസ്പെക്ട്സും നമ്മൾ എഴുതുകയല്ലേ. അതുപോലെ അത് തന്നെ ഡെബിറ്റ് സൈഡ് ഉണ്ട്, ക്രെഡിറ്റ് സൈഡ് ഉണ്ട്. ഈ സൈഡുകളിൽ ഓരോ സൈഡിലും എന്താണ്, ഓരോ എമൗണ്ട് കോളങ്ങൾ മാത്രമുള്ള ക്യാഷ് ബുക്ക് ഏതാണെന്ന് ചോദിച്ചാൽ ഏതാണ്? സിംഗിൾ കോളം ക്യാഷ് ബുക്ക് ആണ്. കൃത്യമായി മനസ്സിലാക്കി വെക്കുക, സിംഗിൾ കോളം ക്യാഷ് ബുക്ക് ആണ്. ഇനി എന്താണ്, ആൻഡ് റെക്കോർഡ് ഓൺലി ക്യാഷ് ട്രാൻസാക്ഷൻ, നോട്ട് ബാങ്ക് ഓർ ഡിസ്കൗണ്ട് ട്രാൻസാക്ഷൻ. അപ്പൊ സിംഗിൾ കോളം ക്യാഷ് ബുക്കിൽ എത്തരത്തിലുള്ള ട്രാൻസാക്ഷൻ മാത്രമേ റെക്കോർഡ് ചെയ്തിട്ടുള്ളൂ? ഓൺലി ക്യാഷ് ട്രാൻസാക്ഷൻ. ക്യാഷ് ട്രാൻസാക്ഷനുകൾ മാത്രം റെക്കോർഡ് ചെയ്യുന്ന ക്യാഷ് ബുക്ക് ഏതാണ്? അല്ലെങ്കിൽ രണ്ട് സൈഡിലും ഓരോ എമൗണ്ട് കോളങ്ങൾ മാത്രമുള്ള ക്യാഷ് ബുക്ക് ഏതാണ് എന്നൊക്കെ ചോദിച്ചാൽ ഏതാണ്? സിംഗിൾ കോളം ക്യാഷ് ബുക്ക് ആണ്. അതിന് എന്ത് കാണില്ല? ബാങ്ക് അല്ലെങ്കിൽ ഡിസ്കൗണ്ട് ട്രാൻസാക്ഷനുകൾ ഏതിൽ റെക്കോർഡ് ചെയ്യത്തില്ല? സിംഗിൾ കോളം ക്യാഷ് ബുക്കിൽ റെക്കോർഡ് ചെയ്യില്ല. സിംഗിൾ കോളം ക്യാഷ് ബുക്കിൽ റെക്കോർഡ് ചെയ്യില്ല. ഇനി എന്താണ് ഇംപ്രസ്ഡ് സിസ്റ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, പെറ്റി ക്യാഷ് ബുക്ക്, അതായത് ചെറിയ ചെറിയ വാല്യൂ ഉണ്ടല്ലോ, ചെറിയ ചെറിയ എമൗണ്ടുകൾ, അത്തരത്തിലുള്ള ചെറിയ ചെറിയ കാര്യങ്ങളെ മീറ്റ് ചെയ്യാനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന, അത് റെക്കോർഡ് ചെയ്യാനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ക്യാഷ് ബുക്ക് ആണ് പെറ്റി ക്യാഷ് ബുക്ക് എന്ന് പറയുന്നത്. അത്തരത്തിലുള്ള ക്യാഷ് ബുക്ക് മെയിൻറ്റെയിൻ ചെയ്യുന്നതിനുള്ള സിസ്റ്റമാണ് ഏതെന്ന് പറയുന്നത്? ഇംപ്രസ്ഡ് സിസ്റ്റം എന്ന് പറയുന്നത്. ഇംപ്രസ്ഡ് സിസ്റ്റം എന്ന് പറഞ്ഞാൽ എന്താണ്? ഇസ് എ മെത്തേഡ് യൂസ്ഡ് സ്പെസിഫിക്കലി ഫോർ ഇംപ്രസ്ഡ് ക്യാഷ് മാനേജ്മെന്റ് വേർ എ ഫിക്സഡ് എമൗണ്ട്, the impress is given to the petty cashier at the start of the period and at the end to match the expenses. അതായത് ഒരു പർട്ടിക്കുലർ ഇയറിൽ, ഇപ്പൊ ഒരു ഫിനാൻഷ്യൽ ഇയർ അല്ലെ ഒരു പർട്ടിക്കുലർ മന്തിലേക്ക് എന്ത് ചെയ്യാണ്, പെറ്റി ക്യാഷറുടെ കയ്യിലേക്ക് ഒരു 1000 രൂപ കൊടുക്കുകയാണ്. എന്നിട്ട് പറയാണ്, ഈ 1000 രൂപ കൊടുത്ത് അല്ലെ 100 രൂപ കൊടുത്ത് അല്ലെ 1000 രൂപ കൊടുത്തിട്ട് ഈ പെറ്റി ക്യാഷറുടെ അടുത്ത് പറയുകയാണ്, നീ ഈ വർഷം വരുന്ന എല്ലാ എന്താണ് എക്സ്പെൻസുകളും അല്ലെ ഈ വർഷം വരുന്ന പെറ്റി ആയിട്ടുള്ള ചെറിയ ചെറിയ എക്സ്പെൻസുകളൊക്കെ ഈ ഒരു പൈസ കൊണ്ട് മീറ്റ് ചെയ്തോണം എന്ന് പറയാണ്. എന്നിട്ട് ലാസ്റ്റ് ആകുമ്പോൾ ആ എക്സ്പെൻസ് ഇയാൾക്ക് കൊടുത്ത തുകയും തമ്മിൽ എന്ത് ചെയ്യാണ്, മാച്ച് ചെയ്ത് നോക്കുകയാണ്. ഇതിൽ ചെയ്യുന്നത് ഇംപ്രസ്ഡ് സിസ്റ്റത്തിൽ ചെയ്യുന്നത്. അപ്പൊ ആദ്യമേ എന്ത് ചെയ്യാണ്, ഒരു പർട്ടിക്കുലർ ആയിട്ടുള്ള ഒരു സെർട്ടൺ സ്മോൾ എമൗണ്ട് പെറ്റി ക്യാഷർക്ക് കൊടുത്തിട്ട് അതുകൊണ്ട് എന്ത് ചെയ്യാനായിട്ട്, എക്സ്പെൻസുകൾ മീറ്റ് ചെയ്യാനായിട്ട്, ചെറിയ ചെറിയ എക്സ്പെൻസുകൾ മീറ്റ് ചെയ്യാൻ പറയുന്ന സിസ്റ്റമാണ് ഇംപ്രസ്ഡ് സിസ്റ്റം എന്ന് പറയുന്നത്. ഇംപ്രസ്ഡ് സിസ്റ്റം യൂസ് ചെയ്യുന്ന ഏതിലാണ്? പെറ്റി ക്യാഷ് ബുക്കിലാണ് എന്നുള്ള കാര്യം ഓർത്തു വെക്കുക. Since a single column cash book is not a petty cash book, സിംഗിൾ കോളം ക്യാഷ് ബുക്ക് എന്ന് പറയുന്ന ഒരു പെറ്റി ക്യാഷ് ബുക്ക് അല്ല, ഇംപ്രസ്ഡ് സിസ്റ്റം അതുകൊണ്ട് തന്നെ ഏതിൽ യൂസ് ചെയ്യുന്നില്ല, നമ്മളുടെ സിംഗിൾ കോളം ക്യാഷ് ബുക്കിൽ യൂസ് ചെയ്യുന്നില്ല. അതുകൊണ്ട് ആദ്യത്തെ സ്റ്റേറ്റ്മെന്റ് തെറ്റാണ്. Therefore linking the single column cash book to impressed system is incorrect. അതുകൊണ്ട് സിംഗിൾ കോളം ക്യാഷ് ബുക്കിനെ ഇംപ്രസ്ഡ് സിസ്റ്റവുമായിട്ട് ലിങ്ക് ചെയ്തുകൊണ്ട് ആ ഒരു സ്റ്റേറ്റ്മെന്റ് എന്താണ്, തെറ്റാണ്. ഇപ്പൊ ഇവിടെ നമ്മൾ എന്തെല്ലാം കാര്യങ്ങൾ ഡിസ്കസ് ചെയ്തു. സിംഗിൾ കോളം ക്യാഷ് ബുക്ക് എന്താണെന്ന് പറഞ്ഞു, എന്താണ് ഇംപ്രസ്ഡ് സിസ്റ്റം എന്ന് പറഞ്ഞു. ഇങ്ങനെ പഠിക്കണം. ഒരു സ്റ്റേറ്റ്മെന്റ് തന്നാൽ ആ സ്റ്റേറ്റ്മെന്റ് തെറ്റാണെന്ന് നമുക്ക് ഐഡന്റിഫൈ ചെയ്യാനായിട്ട് പറ്റുമായിരിക്കും. ചിലപ്പോൾ നമ്മൾ പണ്ടൊക്കെ കേട്ട് പോയിട്ടുള്ള ഒരു കാര്യങ്ങളൊക്കെ വെച്ചു എന്തുകൊണ്ട് അത് തെറ്റി എന്നുള്ള കാര്യത്തെ കൃത്യമായി പഠിക്കണം. ബിക്കോസ് എന്താണ്, ചിലപ്പോൾ ഇതേ ഏരിയയിൽ നിന്ന് തന്നെ ഇതേ രീതിയിലുള്ള ക്വസ്റ്റ്യൻ വേറെ ഒരു
മോഡലിൽ എന്ത് ചെയ്യാം, കയറി വന്ന് ചോദിക്കാം. ഇപ്പോൾ ഒരു സ്റ്റേറ്റ്മെന്റ് ആയിട്ട് വന്നത് ഇതിനെ തന്നെ ഒരു അസേർഷൻ റീസൺ ആയിട്ട് വേണമെങ്കിൽ ക്വസ്റ്റ്യൻ വരാം. അപ്പൊ നമ്മൾ എന്ത് അറിഞ്ഞിരിക്കണം? പെറ്റി ക്യാഷ് ബുക്ക് എന്താണെന്ന് അറിഞ്ഞിരിക്കണം, ഇംപ്രസീവ് സിസ്റ്റം എന്താണെന്ന് അറിഞ്ഞിരിക്കണം, സിംഗിൾ കോളം ക്യാഷ് ബുക്ക് എന്താണെന്ന് അറിഞ്ഞിരിക്കണം. അങ്ങനെ ഒരു നോളജ് എന്ത് ചെയ്യണം, ക്രിയേറ്റ് ചെയ്യിക്കാനായിട്ട് പറ്റണം. ഇതാണ് ഞാൻ ഈ ഒരു വീഡിയോയിലൂടെ ഉദ്ദേശിക്കുന്ന കുറച്ച് ക്വസ്റ്റ്യനുകൾ നിങ്ങളെ ഇങ്ങനെ ഒന്ന് പരിചയപ്പെടുത്തി കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എങ്ങനെയാണ് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യനുകൾ പഠിച്ചു പോകേണ്ടത് എന്ന് മനസ്സിലാകും. ഓക്കെ ആണല്ലോ, ക്ലിയർ ആണല്ലോ മക്കളെ? നമുക്ക് നോക്കാം. രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് തന്നിട്ടുണ്ടായിരുന്നു. എന്താണ് തന്നിരുന്നത്? കോൺട്രാ എൻട്രീസ് വിൽ അപ്പിയർ ഇൻ ഡബിൾ കോളം ക്യാഷ് ബുക്ക്, അല്ലെ? അത് ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. എന്താണ് അപ്പൊ കോൺട്രാ എൻട്രി എന്ന് അറിഞ്ഞിരിക്കണം, അല്ലെ? ഡബിൾ കോളം ക്യാഷ് ബുക്ക് എന്താണെന്ന് അറിഞ്ഞിരിക്കണം. നമുക്കൊന്നറിയാം എന്താണ് കോൺട്രാ എൻട്രി എന്നും എന്താണ് ഡബിൾ കോളം ക്യാഷ് ബുക്ക് എന്നും. ഇവിടെ നോക്കുക, എന്താണ് ഡബിൾ കോളം ക്യാഷ് ബുക്ക് കണ്ടെയ്ൻ 2 columns on each side. നമ്മൾ നേരത്തെ സിംഗിൾ കോളം പറഞ്ഞപ്പോൾ എന്തായിരുന്നു പറഞ്ഞേ? സിംഗിൾ കോളത്തിന്റെ രണ്ട് സൈഡിലും ഓരോ എമൗണ്ട് കോളം വീതം ഉണ്ടെന്നാണ് പറഞ്ഞത്. പക്ഷെ ഇവിടെ എന്താണ്, ഡബിൾ കോളത്തിന്റെ ക്യാഷ് ബുക്ക് ആയതുകൊണ്ട് ഡെബിറ്റ് സൈഡിലും ക്രെഡിറ്റ് സൈഡിലും എത്രയാണ്? 2 എമൗണ്ട് കോളങ്ങൾ വീതം. ഈച്ച് സൈഡിലും 2 എമൗണ്ട് കോളങ്ങൾ വീതമുണ്ട്. അത് എന്തിനെയൊക്കെയാണ് റെപ്രസെന്റ് ചെയ്യുന്നത്? ഒന്ന് ക്യാഷിനെയും ഒന്ന് ബാങ്കിനെയും. മക്കളെ മനസ്സിലാക്കി വെച്ചോണം, ക്യാഷിനെയും ബാങ്കിനെയും റെപ്രസെന്റ് ചെയ്യുന്ന 2 എമൗണ്ട് കോളങ്ങൾ 2 സൈഡിലും ഉണ്ട് എങ്കിൽ, ബോത്ത് ഡെബിറ്റ് ആൻഡ് ക്രെഡിറ്റ് 2 സൈഡിലും ഉണ്ട് എങ്കിൽ അത്തരത്തിലുള്ള ക്യാഷ് ബുക്കിനെയാണ് എന്തെന്ന് പറയുന്നത്? ഡബിൾ കോളം ക്യാഷ് ബുക്ക് എന്ന് പറയുന്നത്. ഡബിൾ കോളം ക്യാഷ് ബുക്ക് എന്ന് പറയുന്നത് ക്ലിയർ ആയിട്ട് മനസ്സിലാക്കി വെക്കുക. ഡബിൾ കോളം ക്യാഷ് ബുക്ക് കണ്ടെയ്ൻ 2 columns on each side. One for cash and one for bank. And contra entry means single transaction that affect both cash and bank account. അതായത് കോൺട്രാ എൻട്രി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പർട്ടിക്കുലർ ആയിട്ടുള്ള ഒരു സിംഗിൾ ആയിട്ടുള്ള ഒരു ട്രാൻസാക്ഷൻ, ആ ട്രാൻസാക്ഷൻ എന്തിനെയൊക്കെ അഫക്റ്റ് ചെയ്യുകയാണ്? ക്യാഷിനെയും അഫക്റ്റ് ചെയ്യുകയാണ്, ബാങ്കിനെ അഫക്റ്റ് ചെയ്യുകയാണ്. ഓപ്പൺ ഡേ ബാങ്ക് അക്കൗണ്ട് എന്താണ് ജേണൽ എൻട്രി വരുന്നത്? ഓപ്പൺ ഡേ ബാങ്ക് അക്കൗണ്ട് എങ്ങനെയാണ്? ബാങ്ക് അക്കൗണ്ട് ഡെറ്റർ ടു ക്യാഷ്, വിഡ്രോ ക്യാഷ് ഫ്രം ബാങ്ക്, ക്യാഷ് അക്കൗണ്ട് ഡെറ്റർ ടു ബാങ്ക്. അപ്പൊ ഇവിടെ എന്താണ്? ഡെബിറ്റിലും ക്രെഡിറ്റിലും വന്നേക്കുന്ന കാര്യങ്ങൾ ആരൊക്കെയാണ്? ക്യാഷും ബാങ്കുമാണ്. അപ്പൊ ഇങ്ങനെയുള്ള ട്രാൻസാക്ഷനുകൾ നടക്കുമ്പോൾ അവിടെ എന്താണ്? ക്യാഷിനെയും ബാങ്കിനെയും എന്ത് ചെയ്യും? അഫക്റ്റ് ചെയ്യും. അതിനെയാണ് എന്തെന്ന് പറയുന്നത്? കോൺട്രാ എന്ന് പറയുന്നത്. കോൺട്രാ എൻട്രി means single transaction that affects both cash and bank account. Both cash and ബാങ്ക് അക്കൗണ്ട്, ക്യാഷ് അക്കൗണ്ടിനെയും ബാങ്ക് അക്കൗണ്ടിനെയും അഫക്റ്റ് ചെയ്യും. ഒരു എക്സാമ്പിൾ നോക്കുക, ക്യാഷ് ഡിപ്പോസിറ്റഡ് ഇൻ ടു ബാങ്ക്. ഇവിടെ എന്ത് സംഭവിച്ചു? ക്യാഷ് ഡിപ്പോസിറ്റഡ് ഇൻ ടു ബാങ്ക്, ക്യാഷ് കുറഞ്ഞു. അതായത് ക്യാഷിന് എന്തോ പറ്റി? ക്രെഡിറ്റ് ചെയ്യുക. എന്ത് ഇൻക്രീസ് ചെയ്തു? ബാങ്ക് ഇൻക്രീസ് ചെയ്തു, അപ്പൊ ഡെബിറ്റ് ചെയ്യുക. ഇനി അടുത്ത എന്താണ്? ക്യാഷ് വിഡ്രോ ഫ്രം ബാങ്ക്, വിഡ്രോ ചെയ്തു ക്യാഷിൽ നിന്ന്, അപ്പൊ ബാങ്കിൽ നിന്ന്, അപ്പൊ ബാങ്കിൽ നിന്ന് ക്യാഷ് വിഡ്രോ ചെയ്യുമ്പോൾ ക്യാഷ് വന്നു, അല്ലെ? അപ്പൊ ക്യാഷ് ഇൻക്രീസ് ചെയ്തു, എന്ത് കുറഞ്ഞു? ബാങ്ക് കുറഞ്ഞു. അപ്പൊ ഇവിടെ ഇത് രണ്ടും എന്താണ്? ക്യാഷിനെയും ബാങ്കിനെയും അഫക്ട് ചെയ്യുന്ന ട്രാൻസാക്ഷനുകളാണ്. അപ്പൊ ഇത്തരത്തിലുള്ള ട്രാൻസാക്ഷനുകളെയാണ് എന്തെന്ന് പറയുന്നത്? കോൺട്രാ എന്ന് പറയുന്നത്. സിൻസ് ദ ബോത്ത് ആസ്പെക്ട്സ് ആർ റെക്കോർഡഡ് ഇൻ ദി സെയിം ബുക്ക്, ദ ട്രാൻസാക്ഷൻസ് ആർ മാർക്ക്ഡ് വിത്ത് സി. അപ്പൊ ഓർത്ത് വെക്കുക, ട്രാൻസാക്ഷൻസ് ആർ മാർക്ക്ഡ് വിത്ത് സി in the ledger folio column. It indicates the contra entry. അപ്പൊ ഇതൊരു സ്റ്റേറ്റ്മെന്റ് ആയിട്ട് വരാം കേട്ടോ, ഇതൊരു സ്റ്റേറ്റ്മെന്റ് ആയിട്ട് വരാം. ലെഡ്ജർ ഫോളിയോ കോളത്തിൽ സി എന്ന ലെറ്റർ റെപ്രസെന്റ് ചെയ്യുന്നുണ്ട് എങ്കിൽ അത് എന്തിനെ സൂചിപ്പിക്കുന്നു? മക്കളെ മനസ്സിലാക്കി വെക്കുക. ലെഡ്ജർ ഫോളിയോ കോളം, LF കോളത്തിനകത്ത് സി എന്ന ലെറ്റർ എന്തിനെ റെപ്രസെന്റ് ചെയ്യുന്നു? അല്ലെങ്കിൽ സി എന്ന ഒരു ലെറ്റർ കിടക്കുന്നു, അത് എന്തിനെ റെപ്രസെന്റ് ചെയ്യുന്നു? എന്തിനെയാണ്? കോൺട്രാ ട്രാൻസാക്ഷൻ ആണ് അവിടെ നടന്നത് എന്നതിനെ റെപ്രസെന്റ് ചെയ്യുന്നു. This is possible only when the both cash and bank കോളങ്ങൾ ആർ പ്രസന്റ്. അതായത് ഇവിടെ എന്താണ്? ക്യാഷും ബാങ്കും കോളം പ്രസന്റ് ചെയ്തിട്ടുള്ള ക്യാഷ് ബുക്കിൽ മാത്രമേ ഇത് പോസിബിൾ ആകത്തുള്ളൂ. അതുകൊണ്ട് തന്നെ ഡബിൾ കോളം ക്യാഷ് ബുക്കിൽ പോസിബിൾ ആകുന്ന ഒന്നാണ് ഏതെന്ന് പറയുന്നത്? കോൺട്രാ എൻട്രി എന്ന് പറയുന്നത്. മക്കളെ മനസ്സിലാകുന്നുണ്ടോ?
ക്ലിയർ ആയിട്ട് മനസ്സിലാക്കി പോകണം. നമുക്ക് ചിലപ്പോൾ നമ്മൾ +2 പഠിച്ചതായിരിക്കും, ഡിഗ്രിക്ക് പഠിച്ചതായിരിക്കും, ഇതൊന്ന് കേൾക്കുമ്പോഴേ നിങ്ങൾക്ക് ഓർമ്മ വരും. പക്ഷെ കംപ്ലീറ്റഡ് ആയിട്ട് കേട്ടിരിക്കുക, കൃത്യമായിട്ട് പഠിക്കുക. ഈ ഒരു വീഡിയോ കഴിയുമ്പോൾ ഈ ഏരിയകൾ നിങ്ങൾക്ക് എന്താകും, കൃത്യമായി മനസ്സിലാകും. ഇനി ഇതിനകത്തുനിന്ന് ഒരു ക്വസ്റ്റ്യൻ വന്നാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ചെയ്യാനായിട്ട് പറ്റും. അങ്ങനെ പഠിക്കണം. മാസ്റ്റർ കീയുടെ ക്ലാസ്സുകളെല്ലാം അങ്ങനെയാണ് പോകുന്നത്. നിങ്ങൾക്ക് എന്താണോ ആവശ്യമായിട്ടുള്ളത്, ഈ ഒരു എക്സാം പഠിച്ച് പാസ്സാകാൻ എന്താണോ ആവശ്യമായിട്ടുള്ളത് അത് പൂർണ്ണമായിട്ടും മാസ്റ്റർ കീയിൽ നിന്ന് നൽകാറുണ്ട്. നമ്മളുടെ റിസൾട്ട് അതിനൊരു തെളിവ് തന്നെയാണ്. നമ്മൾ കഴിഞ്ഞു പോയ എക്സാമുകൾ, നമ്മളിവിടെ നടത്തിയിട്ടുള്ള PSC കോച്ചിങ് നടത്തിയിട്ടുള്ള അതിന് കിട്ടിയിട്ടുള്ള റിസൾട്ടുകൾ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും എന്താണോ ചോദിക്കാൻ സാധ്യതയുള്ളത്, അല്ലെങ്കിൽ എന്താണോ ഈ ഒരു പേപ്പറിന് അല്ലെങ്കിൽ ഈ ഒരു എക്സാമിന് വേണ്ടത്, അത് എല്ലാം തന്നെ നമ്മൾ ഇവിടുന്ന് കുട്ടികൾക്ക് നൽകാറുണ്ട്. A to Z കാര്യങ്ങൾ ഡീറ്റെയിൽ ആയിട്ടുള്ള ക്ലാസ്സുകൾ, റെക്കോർഡഡ് ക്ലാസ്സുകളും ലൈവ് ക്ലാസ്സുകളും PDF മെറ്റീരിയൽസും A to Z കാര്യങ്ങൾ നൽകും. അതുപോലെ തന്നെ ഡൗട്ട് ക്ലിയറിംഗ് സെക്ഷനുകൾ നിങ്ങൾ എപ്പോൾ ആവശ്യപ്പെട്ടാലും അത് അന്നേരം തന്നെ ക്ലിയർ ചെയ്ത് തരാൻ പറ്റുന്ന രീതിയിലുള്ള മെന്റർഷിപ്പ് സപ്പോർട്ടും ഒക്കെയുള്ള ക്ലാസ്സുകളാണ് മാസ്റ്റർ കീയിൽ ഉള്ളത്. അപ്പം നിങ്ങൾ എന്ത് ചെയ്യുക, ഉടൻ തന്നെ സമയം കളയരുത്. ഇനി അതിൻ്റെ ഒരു നോട്ടിഫിക്കേഷൻ വന്നിട്ട് ചേരാം, അല്ലെങ്കിൽ കൺഫർമേഷൻ വന്നിട്ട് ചേരാം, ഇതൊന്നും നോക്കിയിരിക്കേണ്ട ആവശ്യമില്ല. നമ്മൾ ഉടനെ തന്നെ എന്ത് ചെയ്യുക, പഠിച്ചു തുടങ്ങാനായിട്ട് ശ്രമിക്കണം. ഓക്കെ, നമ്മൾ 2 ഓപ്ഷൻ പറഞ്ഞു അല്ലേ. ഇനി മൂന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് നോക്കിയേ. മൂന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് എന്താ പറഞ്ഞിരിക്കുന്നത്, 3 column cash book will contain 3 columns cash, bank and discount. 3 column cash book അല്ലെങ്കിൽ ട്രിപ്പിൾ കോളം ക്യാഷ് ബുക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 3 കോളങ്ങളുണ്ട്. ഏതൊക്കെയാണ്? ക്യാഷ്, ബാങ്ക്, ഡിസ്കൗണ്ട്. ഇതും എന്താണ്, കറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. ക്യാഷ് ബുക്കിന്റെ അകത്ത് സിംഗിൾ കോളം, ഡബിൾ കോളം, ട്രിപ്പിൾ കോളം 3 തരത്തിലുള്ള ക്യാഷ് ബുക്ക് തന്നെയാണുള്ളത്. ഇനി നോക്കാം, ട്രിപ്പിൾ കോളം ക്യാഷ് ബുക്ക് ഇൻക്ലൂഡ്സ് ക്യാഷ് കോളം, അതായത് എല്ലാ ക്യാഷ് റെസിപ്റ്റുകളും എല്ലാ ക്യാഷ് പേയ്മെന്റ്സുകളും എഴുതുന്ന ക്യാഷ് കോളം ഉണ്ടായിരിക്കും. ബാങ്ക് കോളം ഫോർ ഓൾ ദ ബാങ്ക് റിലേറ്റഡ് റെസിപ്റ്റ്സ് ആൻഡ് പേയ്മെന്റ്സുകൾ എഴുതുന്ന ബാങ്ക് കോളം ഉണ്ടായിരിക്കും. ഡിസ്കൗണ്ട് കോളം ഉണ്ടായിരിക്കും. ഡെബിറ്റ് സൈഡിലെ ഡിസ്കൗണ്ട് കോളം എന്ന് പറഞ്ഞാൽ ഡിസ്കൗണ്ട് അലൗഡ് ടു കസ്റ്റമേഴ്സ്. ഓർത്ത് വെച്ചാണ്, ഡെബിറ്റ് സൈഡിൽ ഉണ്ടാകുന്ന ഡിസ്കൗണ്ട് കോളം എന്ന് പറയുന്നത് എന്താണ്, ഡിസ്കൗണ്ട് അലൗഡ് ടു കസ്റ്റമേഴ്സ് ആണ്, അതായത് എക്സ്പെൻസ് ആണ്. അതുപോലെ തന്നെ എന്താണ്, ക്രെഡിറ്റ് സൈഡിലെ ഡിസ്കൗണ്ട് കോളം എന്ന് പറയുന്നത് ഡിസ്കൗണ്ട് റിസീവ്ഡ് ടു ക്രെഡിറ്റേഴ്സ്, ഡിസ്കൗണ്ട് റിസീവ്ഡ് ഫ്രം ക്രെഡിറ്റേഴ്സ്, ക്രെഡിറ്റേഴ്സിൽ നിന്ന് ഡിസ്കൗണ്ട് കിട്ടുന്നതാണ്. അത് ഇൻകം ആണ്. ഓർത്ത് വെച്ചോണം, ചോദിക്കാം കേട്ടോ. സ്റ്റാർ മാർക്ക് ചെയ്ത് പഠിച്ചു വെച്ചോണേ. സ്റ്റാർ മാർക്ക് ചെയ്ത് പഠിച്ചു വെച്ചോണ്ടാണ് എന്താണ് ഡബിൾ കോളം ക്യാഷ്, ട്രിപ്പിൾ കോളം ക്യാഷ് ബുക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നുമില്ല, നമ്മളുടെ ഡെബിറ്റ് ആൻഡ് ക്രെഡിറ്റ് സൈഡിൽ എത്ര കോളങ്ങൾ വീതം ഉണ്ട്, ബോത്ത് സൈഡിലും 3 എമൗണ്ട് കോളങ്ങൾ വീതം ഉള്ള ക്യാഷ് ബുക്ക് ആണ് ഏതെന്ന് പറയുന്നത്, ട്രിപ്പിൾ കോളം ക്യാഷ് ബുക്ക് എന്ന് പറയുന്നത്. അതിൽ ഒന്നെന്ന് പറയുന്നത് എന്താണ്, ക്യാഷ് കോളം, ഒന്നെന്ന് പറയുന്നത് എന്താണ്, ബാങ്ക് കോളം, ആൻഡ് നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് ഏതാണ്, ഡിസ്കൗണ്ട് കോളം. ഈ ഡിസ്കൗണ്ട് കോളത്തിലെ ഡെബിറ്റ് സൈഡിലെ, അതായത് ഈ സൈഡിലെ ഡെബിറ്റ് സൈഡിലെ ഡിസ്കൗണ്ട് കോളം എന്ന് പറയുന്നത് എന്തായിരിക്കും, ഡിസ്കൗണ്ട് അലൗഡ് ആണ്, അതായത് കസ്റ്റമേഴ്സിന് നമ്മൾ കൊടുക്കുന്ന ഡിസ്കൗണ്ട് ആണ്, അത് എക്സ്പെൻസ് ആയിട്ടാണ് വരുന്നത്. ക്രെഡിറ്റ് സൈഡിലെ ഡിസ്കൗണ്ട് കോളം എന്ന് പറയുന്ന ഡിസ്കൗണ്ട് റിസീവ്ഡ് ആണ്, അത് ഇൻകം ആണ്. അത് മനസ്സിലാക്കി വെക്കുക. ഇൻക്ലൂഡിംഗ് ദ ഡിസ്കൗണ്ട് കോളം ഇൻ ദ സെയിം ബുക്സ് ഹെൽപ്സ് ടു അവോയ്ഡ് ദ സെപ്പറേറ്റ് പൊസിഷനിങ് ഫോർ ഡിസ്കൗണ്ട് ഇൻ ദി ലെഡ്ജർ. അപ്പൊ എന്താണ്, നമ്മൾ ഇങ്ങനെ ഡിസ്കൗണ്ട് കോളംസ് ഇൻക്ലൂഡിംഗ് ദ ഡിസ്കൗണ്ട് കോളം ഇൻ ദി സെയിം ബുക്കിൽ ഇത്തരത്തിലുള്ള ഡിസ്കൗണ്ട് കോളങ്ങൾ എഴുതുന്നത് കൊണ്ട് തന്നെ നമുക്ക് സെപ്പറേറ്റ് ആയിട്ടുള്ള ഒരു പോസ്റ്റിംഗ് ഡിസ്കൗണ്ടിന് ലെഡ്ജർ അക്കൗണ്ടിൽ ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല. ഇനി അടുത്ത എന്താണ്, ദിസ് മേക്ക് എ ട്രിപ്പിൾ കോളം ക്യാഷ് ബുക്ക് മോർ കോംപ്രിഹെൻസീവ് പ്രൈമറി ബുക്ക്. അതുകൊണ്ട് തന്നെ ഇങ്ങനെ 3 എണ്ണം കൃത്യമായി എഴുതുന്നത് കൊണ്ട് തന്നെ ഏറ്റവും കോംപ്രിഹെൻസീവ് ആയിട്ടുള്ള ഒരു പ്രൈമറി ബുക്സ് ആയിട്ടാണ് എന്തിനെ കൺസിഡർ ചെയ്യുന്നത്, നമ്മളുടെ ഈ ഒരു ട്രിപ്പിൾ കോളം ക്യാഷ് ബുക്കിനെ കൺസിഡർ ചെയ്യുന്നത്. അപ്പൊ നമുക്കിവിടെ എന്ത് മനസ്സിലായി, ആദ്യത്തെ സ്റ്റേറ്റ്മെന്റ് തെറ്റായിരുന്നു, ബാക്കിയുള്ള 2 സ്റ്റേറ്റ്മെന്റ്, 2ാമത്തെ 3ാമത്തെ സ്റ്റേറ്റ്മെന്റ് ശരിയാണ് എന്നുള്ള കാര്യം മനസ്സിലായി. ഓക്കെ ആണല്ലോ, ക്ലിയർ ആണല്ലോ. അങ്ങനെയാണെങ്കിൽ അടുത്ത ഒരു ക്വസ്റ്റ്യൻ നോക്കിക്കേ. ഇതും എന്താണ്, വന്ന ക്വസ്റ്റ്യൻ തന്നെയാണ്. നോക്കിക്കേ, എന്താണ് ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോവിങ് സ്റ്റേറ്റ്മെന്റ്സ് ആർ ട്രൂ വിത്ത് റെസ്പെക്ട്സ് ടു ദ ഇന്റേണൽ റീകൺസ്ട്രക്ഷൻ ഓഫ് എ കമ്പനി. ഇന്റേണൽ റീകൺസ്ട്രക്ഷൻ ഓഫ് എ കമ്പനി. നമുക്കറിയാം PSC എക്സാമിന് കൊമേഴ്സ് റിലേറ്റഡ് ആയിട്ടുള്ള അക്കൗണ്ടിങ് ഏരിയ ഉണ്ടോ എങ്കിൽ നമുക്ക് വരാൻ സാധ്യതയുള്ള ഒരു ഏരിയയാണ് അമാൽഗമേഷൻ, അബ്സോർപ്ഷൻ, റീകൺസ്ട്രക്ഷൻ. അമാൽഗമേഷൻ, അബ്സോർപ്ഷൻ, റീകൺസ്ട്രക്ഷൻ. അമാൽഗമേഷൻ എന്ന് പറയുമ്പോൾ 2 കമ്പനികൾ
ലിക്വിഡേറ്റ് ചെയ്ത് പുതിയ ഒരു കമ്പനി ഫോം ചെയ്യുന്നതിനെയാണ് അല്ലെ. 2 or more companies go into liquidation and form a new company. It is called amalgamation. 2 കമ്പനികൾ ലിക്വിഡേറ്റ് ചെയ്തുകൊണ്ട് പുതിയ ഒരു കമ്പനി ഫോം ചെയ്യുന്നു. There is 2 or more liquidation and 1 formation takes place in the case of amalgamation അല്ലെ. അമാൽഗമേഷൻ സംഭവിക്കുമ്പോൾ 2ഓ അതിലധികമോ ലിക്വിഡേഷനും ഒരു ഫോർമേഷനും സംഭവിക്കുന്നുണ്ട്. എന്നാൽ അബ്സോർപ്ഷൻ ആണെങ്കിലോ when one company take over by another company, ഒരു കമ്പനിയെ മറ്റൊരു കമ്പനി എന്തിയാണ് ഏറ്റെടുക്കുന്നതിനെയാണ് എന്തെന്ന് പറയുന്നത് അബ്സോർപ്ഷൻ എന്ന് പറയുന്നത്. ഇവിടെ എന്ത് സംഭവിക്കുന്നുണ്ട്? ഒരു ഫോർമേഷൻ, ഒരു പുതിയ കമ്പനിയുടെ ഫോർമേഷൻ ഉണ്ടാകുന്നുണ്ടോ? ഇല്ല. ഓൾറെഡി വലിയ ഒരു എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടുള്ള ഒരു കമ്പനി ഒരു ചെറിയ കമ്പനി എന്ത് ചെയ്തു? ഏറ്റെടുത്തു. ഒരു ലിക്വിഡേഷൻ സംഭവിക്കുന്നുണ്ട്, പക്ഷെ ഫോർമേഷൻ ഒന്നും എവിടെ സംഭവിക്കുന്നില്ല? അബ്സോർപ്ഷന്റെ കേസിൽ സംഭവിക്കുന്നില്ല. ഇനി റിക്കൺസ്ട്രക്ഷനിലേക്ക് പോകുമ്പോൾ പ്രധാനമായിട്ടും 2 രീതിയിലാണ് റിക്കൺസ്ട്രക്ഷൻ ഉള്ളത്. ഇന്റേണൽ റിക്കൺസ്ട്രക്ഷനും ഉണ്ട്, എക്സ്റ്റേണൽ റിക്കൺസ്ട്രക്ഷനും ഉണ്ട്. ഇന്റേണൽ റിക്കൺസ്ട്രക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുതിയ ഒരു കമ്പനി ഫോം ചെയ്യുകയോ അല്ലെങ്കിൽ എന്താണ് ഒരു കമ്പനിയുടെ ഫോർമേഷനോ ഒരു കമ്പനിയുടെ ലിക്വിഡേഷനോ സംഭവിക്കാത്ത, അതായത് ഫോർമേഷനോ ലിക്വിഡേഷനോ ഒന്നും സംഭവിക്കാത്ത റിക്കൺസ്ട്രക്ഷൻ ആണ് ഏതെന്ന് പറയുന്നത് ഇന്റേണൽ റിക്കൺസ്ട്രക്ഷൻ എന്ന് പറയുന്നത്. അതായത് ഒരു കമ്പനിയിലെ അകത്തുള്ള ഒരു കമ്പനിയുടെ അല്ലെങ്കിൽ ഒരു ഓർഗനൈസേഷൻ അകത്തുള്ള ഫിനാൻഷ്യൽ ആയിട്ടുള്ള റീഓർഗനൈസേഷനെയാണ് എന്തെന്ന് പറയുന്നത് ഇന്റേണൽ റിക്കൺസ്ട്രക്ഷൻ എന്ന് പറയുന്നത്. ഇന്റേണൽ റിക്കൺസ്ട്രക്ഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ആ കമ്പനിയുടെ ഇന്റേണൽ ആയിട്ടുള്ള മാറ്റേഴ്സ് ഉണ്ട്, ഫിനാൻഷ്യൽ ആയിട്ടുള്ള മാറ്റേഴ്സ്, അതിൽ എന്ത് ചെയ്യാണ്? റീഓർഗനൈസ് ചെയ്യുകയാണ്. ഷെയറുകൾ ഡിബഞ്ചറുകളും ഒക്കെ റെഡീം ചെയ്യുകയോ അതെന്താ ബൈബാക്ക് ചെയ്യുകയോ അതിനെ എന്താണ് ക്യാൻസൽ ചെയ്യുകയോ ഫൊർഫീറ്റ് ചെയ്യുകയോ അങ്ങനെയുള്ള എന്താണ് ഇന്റേണൽ ആയിട്ടുള്ള അതിന്റെ ഫിനാൻഷ്യൽ സ്ട്രക്ചറിന്റെ അകത്ത് റീഓർഗനൈസ് ചെയ്യുകയാണെങ്കിൽ അതിനെയാണ് ഇന്റേണൽ റീകൺസ്ട്രക്ഷൻ എന്ന് പറയുന്നത്. എക്സ്റ്റേണൽ റീകൺസ്ട്രക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കമ്പനി ഹ്യൂജ് ആയിട്ടുള്ള ലോസസോ അല്ലെ നല്ല രീതിയിൽ സഫർ ചെയ്യുന്ന സമയത്ത് ആ കമ്പനി എന്ത് ചെയ്യാണ്? ലിക്വിഡേറ്റ് ചെയ്തിട്ട് എന്ത് ചെയ്യാണ്? പുതിയൊരു കമ്പനി ആയിട്ട് ഫോം ചെയ്യാണ്. അതായത് ഒരു കമ്പനി തന്നെ എ എന്ന് പറയുന്ന ഒരു കമ്പനി എന്ത് ചെയ്യാണ്? ലിക്വിഡേറ്റ് ചെയ്തിട്ട് എന്ത് ചെയ്യാണ്? ബി എന്ന് പറയുന്ന ഒരു കമ്പനിയായി ഫോം ചെയ്ത് എയുടെ ബിസിനസ്സും എയുടെ അസറ്റും ലയബിലിറ്റീസും എല്ലാം എടുക്കുന്നതിനെയാണ് എന്ന് പറയുന്നത് എക്സ്റ്റേണൽ റീകൺസ്ട്രക്ഷൻ എന്ന് പറയുന്നത്. മസ്റ്റായിട്ടും ഈ ഏരിയ പഠിക്കണം. ഏതെങ്കിലും ഒന്നിൽ നിന്ന് ഉറപ്പായിട്ടും എന്തുണ്ട്? ക്വസ്റ്റ്യൻ വരും. അപ്പൊ നിങ്ങൾ ഇപ്പൊ തന്നെ എഴുതി വെച്ചോളുക. വിശ്വസാറ് പറഞ്ഞേക്കാണ് എന്താണ് ഇന്റേണൽ എന്താണ് അമാൽഗമേഷൻ, അബ്സോർപ്ഷൻ, എക്സ്റ്റേണൽ റീകൺസ്ട്രക്ഷൻ. ഇതിലൊരു ക്വസ്റ്റ്യൻ ഷുവർ ആണ് സെയിൽസ് ടാക്സ് ഓഫീസറിന്. ഇനി വരുന്ന സ്റ്റേറ്റ് ടാക്സ് ഓഫീസറിന്റെ എക്സാം, STOയുടെ എക്സാം വരുമ്പോഴത്തേക്കിന് നിങ്ങൾ ഉറപ്പിച്ചു വെച്ചോ അമാൽഗമേഷൻ, അബ്സോർപ്ഷൻ, റീകൺസ്ട്രക്ഷൻ ഈ ഏരിയയിൽ നിന്ന് ഒരു ക്വസ്റ്റ്യൻ ഷുവർ ആയിട്ടും ഉണ്ടായിരിക്കും. ഇതുവരെ അങ്ങനെയാണ് കണ്ടുപോയിരിക്കുന്നത്. അതേ പാറ്റേൺ തന്നെ കാണാനായിട്ടാണ് സാധ്യത. ഇത് പ്രീവിയസ് ഇയറിൽ വന്ന ക്വസ്റ്റ്യൻ ആണ്. ഇത് എന്തുമായിട്ട് റിലേറ്റ് ചെയ്ത ക്വസ്റ്റ്യൻ ആണ്? ഇന്റേണൽ റീകൺസ്ട്രക്ഷനുമായി ബന്ധപ്പെട്ടിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ഇന്റേണൽ റീകൺസ്ട്രക്ഷൻ എന്ന് പറഞ്ഞാൽ എന്താണ് മക്കളെ? ഇന്റേണൽ റീകൺസ്ട്രക്ഷൻ എന്ന് പറഞ്ഞാൽ ഒരു കമ്പനിക്ക് അകത്തുള്ള കാര്യങ്ങളാണ് അല്ലെ. അതായത് ഫിനാൻഷ്യൽ ആയിട്ടുള്ള മാറ്റേഴ്സിലുള്ള റീഓർഗനൈസേഷനെയാണ് ഇന്റേണൽ റീകൺസ്ട്രക്ഷൻ എന്ന് പറയുന്നത്. ഇവിടെ കമ്പനികൾ എന്ത് ചെയ്യുന്നില്ല? പുതിയതായിട്ട് ഫോം ചെയ്യുന്നില്ല. ഒരു പഴയ കമ്പനി എന്ത് ചെയ്യുന്നില്ല? ലിക്വിഡേറ്റ് ചെയ്യുന്നില്ല. ഒന്നുമില്ല അല്ലെ. ട്രാൻസ്ഫർ കമ്പനിയോ ഒന്നും വരുന്നില്ല. അപ്പൊ അത് ഒന്ന് നിങ്ങൾ ഓർത്ത് വെക്കണം. ഓക്കെ ആണല്ലോ? നമുക്ക് നോക്കാം. ആദ്യത്തെ നോക്കിയേ. There will be a comprehensive ഏതാണ് ഓവർവ്യൂയിങ് ഓഫ് ദി ഫിനാൻഷ്യൽ പൊസിഷൻ, അതായത് അസറ്റ്സ് ആൻഡ് ലയബിലിറ്റീസിന്റെ ആ ഒരു ഫിനാൻഷ്യൽ പൊസിഷനകത്ത് മാറ്റം വരുന്നുണ്ട്. ദർ എക്സിസ്റ്റിംഗ് കമ്പനി ഈസ് ലിക്വിഡേറ്റഡ് ആൻഡ് എ ന്യൂ കമ്പനി ഈസ് ഫോംഡ് ടു ടേക്ക് ഓവർ ദ അസറ്റ്സ് ആൻഡ് ലയബിലിറ്റീസ്. എക്സിസ്റ്റ് ചെയ്യുന്ന ഒരു കമ്പനി ലിക്വിഡേറ്റ് ചെയ്ത് എന്ത് ചെയ്യാണ്? പുതിയ കമ്പനിയായിട്ട് ഫോം ചെയ്ത് പഴയ കമ്പനി ഏറ്റെടുക്കുന്നു. ഇതാണോ എക്സ്റ്റേണൽ റീകൺസ്ട്രക്ഷൻ? ഇതാണോ ഇന്റേണൽ റീകൺസ്ട്രക്ഷൻ? അല്ല, ഇത് എക്സ്റ്റേണൽ ആണെന്ന് നമ്മൾ പറഞ്ഞല്ലോ. ഇനി അടുത്തതാണ് പെയ്ഡ് അപ്പ് ഷെയർ ക്യാപിറ്റൽ ഈസ് റെഡ്യൂസ്ഡ് ആൻഡ് ദ സെയിം ഈസ് യൂസ്ഡ് ടു write off the accumulated losses. And last one പറഞ്ഞേക്കാണ് equity shareholders may surrender some portion of their shares and the amount will be used for എന്താണ് settled for outside creditors. അപ്പൊ ഇവിടെ നിങ്ങൾ ഓർക്കേണ്ട കാര്യം ഫിനാൻഷ്യൽ ആയിട്ടുള്ള റീഓർഗനൈസേഷൻ പറഞ്ഞിരിക്കുന്ന സ്റ്റേറ്റ്മെന്റ് ഏതാണോ അതായിരിക്കും ഏതെന്ന് പറയുന്നത് ഇന്റേണൽ റീകൺസ്ട്രക്ഷന് വരുന്നത്. നമുക്ക് ഓരോന്നും എന്താണ് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം.
ആദ്യത്തെ സ്റ്റേറ്റ്മെന്റ് അല്ലെ, ആദ്യത്തെ സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത് ട്രൂ ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. ദർ വിൽ ബി എ കോംപ്രിഹെൻസീവ് ഓവർവ്യൂ ഓഫ് ദി ഫിനാൻഷ്യൽ പൊസിഷൻ അല്ലെ. ഇന്റേണൽ റീകൺസ്ട്രക്ഷൻ ഈസ് എസെൻഷ്യലി എ ഫിനാൻഷ്യൽ സർജറി ആണ് ഫോർ ദ സെയിം കമ്പനി. ആ ഒരു കമ്പനിയുടെ അസറ്റും ലയബിലിറ്റീസും ക്യാപിറ്റലും ഒക്കെ എന്ത് ചെയ്യാണ്, റിവ്യൂവും അഡ്ജസ്റ്റും നടത്തുകയാണ് അല്ലെ. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ അതിനെല്ലാം എന്ത് ചെയ്യാണ്, റിവ്യൂ നടത്തി അഡ്ജസ്റ്റ് ചെയ്ത് പോവുക തന്നെയാണ് ഇതിൽ ചെയ്യുന്നത്, ഈ ഒരു പോർഷനിൽ അല്ലെങ്കിൽ ഈ ഒരു റീകൺസ്ട്രക്ഷനിൽ നടത്തുന്നത്. അതുകൊണ്ട് തന്നെ ആദ്യത്തെ സ്റ്റേറ്റ്മെന്റ് എന്താണ്, ശരിയാണ് അല്ലെ. അതായത് എന്തൊക്കെ കാര്യങ്ങളാണ് ഇതിനകത്ത് ഇൻവോൾവ് ആകുന്നത്, എന്താണ് റൈറ്റിംഗ് ഡൗൺ എന്താണ് ഓവർ വാല്യൂഡ് അസറ്റ്, അതായത് പ്ലാന്റ് മെഷീനറി ഒക്കെ ഗുഡ് വില്ല് അതുപോലുള്ള അസറ്റുകളൊക്കെ എന്തെങ്കിലും ഓവർ വാല്യൂ ചെയ്തിട്ടുണ്ടോ എന്നുള്ള കാര്യം നോക്കുന്നുണ്ട്, അത് റൈറ്റ് ഡൗൺ ചെയ്യുന്നുണ്ട്. അതുപോലെ റൈറ്റിംഗ് ഡൗൺ ദ അക്യുമുലേറ്റഡ് ലോസസും പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ അക്യുമുലേറ്റഡ് ലോസസ് ഒക്കെ ഉണ്ടെങ്കിൽ അതിനെ റൈറ്റ് ഓഫ് ചെയ്യുന്നുണ്ട്. അഡ്ജസ്റ്റിംഗ് ലയബിലിറ്റീസുകളെ അഡ്ജസ്റ്റ് ചെയ്യുന്നുണ്ട്. ക്രെഡിറ്റേഴ്സ് എഗ്രീയിങ് ടു അക്സെപ്റ്റ് ലെസ്, ഇത്ര രൂപ കുറച്ച് അവർ ക്രെഡിറ്റേഴ്സിന് കൊടുത്തുകൊണ്ട് അവരെ ഒഴിവാക്കുന്ന രീതി, അങ്ങനെയുള്ള എല്ലാം എന്താണ് അതിന്റെ ഫിനാൻഷ്യൽ ആയിട്ടുള്ള മാറ്റേഴ്സിൽ എന്ത് ചെയ്യാണ്, റീഅറേഞ്ച് നടത്തുകയാണ്. അപ്പൊ ഇതെല്ലാം ഏതിനകത്ത് വരുന്നതാണ്, നമ്മളുടെ ഏത് കേസിൽ വരുന്നതാണ്, നമ്മളുടെ ഇന്റേണൽ റീകൺസ്ട്രക്ഷൻ അകത്ത് വരുന്നതാണ്. സോ ആ സ്റ്റേറ്റ്മെന്റ് എന്താണ്, ശരിയാണ്. രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് തെറ്റാണ്. The existing company is liquidated and a new company is formed to take over the assets and liabilities എന്നത് തെറ്റായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. അത് ഏതാണ്, എക്സ്റ്റേണൽ റീകൺസ്ട്രക്ഷൻ ആണ്. അതായത് ഒരു ഹ്യൂജ് ആയിട്ടുള്ള ലോസസ് എ എന്ന് പറയുന്ന കമ്പനിക്ക് ഉണ്ടാകുകയാണ്, അല്ലെങ്കിൽ ഒരു ഭയങ്കരമായിട്ട് സഫർ ചെയ്തുകൊണ്ടിരിക്കുകയാണ് എന്ന് പറഞ്ഞാൽ എ എന്ന കമ്പനി ഡിസൈഡ് ചെയ്യുകയാണ് ലിക്വിഡേറ്റ് ചെയ്യാനായിട്ട്. എന്നിട്ട് ബി സി എന്ന് പറയുന്ന പുതിയൊരു കമ്പനി ആയിട്ട് ഫോം ചെയ്ത് എയുടെ എന്താണ് അസറ്റും ലയബിലിറ്റീസും എയുടെ ആ ബിസിനസ്സും എല്ലാം പിന്നീട് ഏറ്റെടുത്ത് ബി സി അങ്ങ് നടത്തുന്നതിനെയാണ് എന്ന് പറയുന്നത് എക്സ്റ്റേണൽ റീകൺസ്ട്രക്ഷൻ. ഇവിടെ ഒരു ഫോർമേഷനും ഒരു ലിക്വിഡേഷനും സംഭവിക്കുന്നുണ്ട് ഏതിന്റെ കേസിൽ, എക്സ്റ്റേണൽ റീകൺസ്ട്രക്ഷനിൽ. അപ്പൊ ഇവിടെ പറഞ്ഞിട്ടുണ്ട് ഈ സ്റ്റേറ്റ്മെന്റ് തെറ്റാണ്. എന്താണ്, ദ സ്റ്റേറ്റ്മെന്റ് ഈസ് റെഫേഴ്സ് ടു എക്സ്റ്റേണൽ റീകൺസ്ട്രക്ഷൻ, ഓൾഡ് കമ്പനി ഈസ് വൈൻഡിങ് അപ്പ്. എക്സ്റ്റേണൽ റീകൺസ്ട്രക്ഷൻ എന്താണ്, ഓൾഡ് കമ്പനി എന്ത് ചെയ്യുന്നുണ്ട്, വൈൻഡ് അപ്പ് ചെയ്യുന്നുണ്ട്. എ ന്യൂ കമ്പനി ഈസ് ഇൻകോർപ്പറേറ്റഡ്, ഒരു പുതിയ കമ്പനി ഫോം ചെയ്യുന്നുണ്ട്. എന്നിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, ആ ന്യൂ കമ്പനി ഈസ് പർച്ചേസ്ഡ് ദ അസറ്റ്സ് ആൻഡ് അസ്യൂം ദ ലയബിലിറ്റീസ് ഓഫ് ദി ഓൾഡ് കമ്പനി. ഓൾഡ് കമ്പനിയുടെ അസറ്റ്സ് ലയബിലിറ്റീസും എല്ലാം എന്ത് ചെയ്യുന്നുണ്ട്, ആ പുതിയ കമ്പനി ഏറ്റെടുക്കുന്നുണ്ട്. അപ്പൊ ഇന്റേണൽ റീകൺസ്ട്രക്ഷൻ എന്ന് പറഞ്ഞാൽ ഇൻ ഇന്റേണൽ റീകൺസ്ട്രക്ഷൻ ദ സെയിം ലീഗൽ എൻറ്റിറ്റി ഈസ് കണ്ടിന്യൂ. അതായത് ഇന്റേണൽ റീകൺസ്ട്രക്ഷന്റെ കേസിൽ എ എന്ന് പറയുന്ന ഒരു കമ്പനി ഉണ്ടെങ്കിൽ ആ കമ്പനി തന്നെയാണ് കണ്ടിന്യൂ ചെയ്യുന്നത്. അവിടെ എന്ത് ചെയ്യുന്നില്ല, ആ കമ്പനി ഇന്റേണൽ റീകൺസ്ട്രക്ഷൻ ആ കമ്പനി എന്ത് ചെയ്യുന്നില്ല, ലിക്വിഡേറ്റ് ചെയ്യുന്നില്ല, പുതിയൊരു കമ്പനി ആയിട്ട് ഫോം ചെയ്യുന്നൊന്നും ഇല്ല എന്നുള്ള കാര്യം കൂടി മനസ്സിലാക്കി വെക്കണം. അടുത്തതാണ് പെയ്ഡ് അപ്പ് ഷെയർ ക്യാപിറ്റൽ ഈസ് റെഡ്യൂസ്ഡ്. അത് ഫിനാൻഷ്യൽ ആയിട്ടുള്ള മാറ്റർ തന്നെയല്ലേ. പെയ്ഡ് അപ്പ് ഷെയർ ക്യാപിറ്റൽ ഈസ് റെഡ്യൂസ്ഡ് ആൻഡ് ദ സെയിം ഈസ് യൂസ്ഡ് ടു റൈറ്റ് ഓഫ് ദ അക്യുമുലേറ്റഡ് ലോസ്. അതായത് പെയ്ഡ് അപ്പ് ഷെയർ ക്യാപിറ്റൽ റെഡ്യൂസ് ചെയ്തിട്ട് എന്ത് ചെയ്തേക്കുവാണ്, ആ സെയിം ആൻഡ് ദ സെയിം ഈസ് യൂസ്ഡ്, അത് യൂസ് ചെയ്യാണ് എന്തിനു വേണ്ടി, അക്യുമുലേറ്റഡ് ലോസസ് റൈറ്റ് ഓഫ് ചെയ്യാനായിട്ട്. ട്രൂ ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. ക്യാപിറ്റൽ റിഡക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അണ്ടർ സെക്ഷൻ 66 ഓഫ് ദി കമ്പനീസ് ആക്ട് എ കമ്പനി ക്യാൻ റെഡ്യൂസ് ഇറ്റ്സ് ഷെയർ ക്യാപിറ്റൽ. കമ്പനിക്ക് എന്ത് ചെയ്യാനായിട്ട് പറ്റും, അവരുടെ ഷെയർ ക്യാപിറ്റൽ റെഡ്യൂസ് ചെയ്യാനായിട്ട് പറ്റും. ഇതിന്റെ എഫക്ട് എന്ന് പറയുന്നത് ദ റിഡക്ഷൻ എമൗണ്ട്, അതായത് നമുക്ക് റെഡ്യൂസ് ചെയ്യാം. അതായത് ഇവർക്ക് ഇത്രയാണോ ഷെയർ ക്യാപിറ്റൽ എങ്കിൽ കമ്പനീസ് ആക്ടിന്റെ സെക്ഷൻ 66 പ്രകാരം കമ്പനിക്ക് എന്ത് ചെയ്യാനായിട്ട് പറ്റുന്നുണ്ട്, ഈ ഷെയർ ക്യാപിറ്റൽ റെഡ്യൂസ് ചെയ്യാനുള്ള പെർമിഷൻ ഉണ്ട്. അങ്ങനെ റെഡ്യൂസ് ചെയ്ത് കഴിഞ്ഞാൽ അത് എന്ത് സംഭവിക്കും, കമ്പനിയുടെ ഇന്റേണൽ ആയിട്ടുള്ള ഫിനാൻഷ്യൽ റീഓർഗനൈസേഷൻ അവിടെ സംഭവിക്കും. അപ്പൊ അതെന്താണ്, ഇന്റേണൽ റീകൺസ്ട്രക്ഷൻ ആണ് എന്നാണ് പറഞ്ഞേക്കുന്നത്. ഓർത്ത് വെക്കുക, കൃത്യമായിട്ട് പഠിച്ച് വെക്കാനായിട്ട് ശ്രമിക്കണം. അപ്പൊ ആ സ്റ്റേറ്റ്മെന്റ് എന്താണ്, ശരിയായിട്ടുള്ളതാണ്. ലാസ്റ്റ് സ്റ്റേറ്റ്മെന്റ് നോക്കിയാൽ ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സ് മേ സറണ്ടർ. ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സ് എന്ത് ചെയ്യാണ്, സറണ്ടർ ചെയ്യാണ് സം പോർഷൻ ഓഫ് ദെയർ ഷെയർ, അവരുടെ കയ്യിലിരിക്കുന്ന കുറച്ച് പോർഷൻ ഓഫ് ഷെയറുകൾ. ദ എമൗണ്ട് വിൽ ബി യൂസ്ഡ് ഫോർ സെറ്റിലിംഗ് ഓഫ് ഔട്ട്സൈഡ് ക്രെഡിറ്റേഴ്സ്. എന്നിട്ട് ആ എമൗണ്ട് എന്ത് യൂസ് ചെയ്യാണ്, ഔട്ട്സൈഡ് ക്രെഡിറ്റേഴ്സിന്റെ സെറ്റിൽമെന്റ്. ഇതും എന്ത് തന്നെയാണ്, ഷെയറുകൾ കൊണ്ടുവന്ന് സറണ്ടർ ചെയ്തു. അപ്പോഴും എന്ത് സംഭവിച്ചു, അവരെ ആ ഫിനാൻഷ്യൽ ആയിട്ടുള്ള റീഓർഗനൈസേഷൻ സാധിച്ചു. അപ്പൊ ഇന്റേണൽ ആയിട്ടുള്ള കാര്യമല്ലേ. അപ്പൊ അതും എന്താണ്, ഇന്റേണൽ റീകൺസ്ട്രക്ഷൻ ആണ്. ഇന്റേണൽ റീകൺസ്ട്രക്ഷൻ ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സ് മൈറ്റ്സ് ടു ആക്സെപ്റ്റ് ദ സറണ്ടർ പാർട്ട് ഓഫ് ദെയർ ഹോൾഡിംഗ്. അവരുടെ ആ ഒരു സറണ്ടർ പാർട്ട്, അവർ ഹോൾഡ് ചെയ്തേക്കുന്ന കാര്യങ്ങൾ എന്ത് ചെയ്തു, അവർ സറണ്ടർ ചെയ്തു. അപ്പൊ അവിടെ എന്ത് സാധ്യമായി, ഇന്റേണൽ ആയിട്ടുള്ള റീകൺസ്ട്രക്ഷൻ സാധ്യമായി എന്നാണ് പറഞ്ഞേക്കുന്നത്. ദ സറണ്ടേർഡ് ഷെയർസ് ക്യാൻ ബി റീ ഇഷ്യൂഡ് ടു ക്രെഡിറ്റേഴ്സ്. എന്നിട്ട് അത് എന്ത് ചെയ്തേക്കുവാണ്, റീ ഇഷ്യൂ ചെയ്തു. ആർക്ക്, ക്രെഡിറ്റേഴ്സിന് ഓർ ഡിബഞ്ചർ ഹോൾഡേഴ്സിന്. ദ ന്യൂ ഇൻവെസ്റ്റേഴ്സ് ടു സെറ്റിൽ ദ ക്ലെയിം വിത്തൗട്ട് പേയിങ് ക്യാഷ്.
അതായത് ക്യാഷ് പേ ചെയ്യാതെ തന്നെ അവരെ സെറ്റിൽ ചെയ്യുക, അതായത് ക്രെഡിറ്റേഴ്സിനെ അല്ലെങ്കിൽ എന്താണ് ക്രെഡിറ്റേഴ്സിനെ അല്ലെങ്കിൽ ഡിബഞ്ചർ ഹോൾഡേഴ്സിനെ സെറ്റിൽ ചെയ്യാൻ വേണ്ടി എന്ത് ചെയ്യുകയാണ്, ഈ ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സ് സറണ്ടർ ചെയ്ത സാധനം യൂസ് ചെയ്തു. അപ്പൊ അവിടെ എന്താണ് ക്യാഷ് പേയ്മെന്റ് ഇല്ലാതെ തന്നെ അവിടെ എന്ത് ചെയ്തു, ഒരു സെറ്റിൽമെന്റ് അവർ അവിടെ നടത്തുകയാണ്. അപ്പൊ ഇതൊക്കെ എന്താണ്, ഇത് റെഡ്യൂസസ് ദ കമ്പനീസ് ലൈബിലിറ്റി വൈൽ മെയിൻറ്റെയിനിങ് ദ ലിക്വിഡിറ്റി മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് കമ്പനിയുടെ ആ ലൈബിലിറ്റി ഒക്കെ അവർ എന്ത് ചെയ്യാണ്, റെഡ്യൂസ് ചെയ്യുകയാണ്. ഇതും എന്തിനൊരു എക്സാമ്പിൾ ആണ്, ഇന്റേണൽ റീകൺസ്ട്രക്ഷന്റെ ഒരു ഉദാഹരണമാണ്. അപ്പൊ മക്കളെ മനസ്സിലായോ, ഇന്റേണൽ റീകൺസ്ട്രക്ഷൻ എന്ന് പറഞ്ഞ ഏരിയ മനസ്സിലായോ? ഇന്റേണൽ റീകൺസ്ട്രക്ഷൻ എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല, കമ്പനിയുടെ ഫിനാൻഷ്യൽ ആയിട്ടുള്ള റീ ഓർഗനൈസേഷനെയാണ് ഇന്റേണൽ റീകൺസ്ട്രക്ഷൻ എന്ന് പറയുന്നത്. അവിടെ ഒരു കമ്പനി ഫോം ചെയ്യുകയോ ഒരു കമ്പനി ലിക്വിഡേറ്റ് ചെയ്യുകയോ ചെയ്യുന്നില്ല, എന്താണ് ഷെയറുകൾ റെഡീം ചെയ്യുകയും ഷെയറുകൾ ഇഷ്യൂ ചെയ്യുകയും ഷെയറുകൾ ബൈബാക്ക് ചെയ്യുകയും അല്ലെങ്കിൽ എന്താണ് റൈറ്റ് ഓഫ് ചെയ്യുക, ഇങ്ങനെയുള്ള എന്താണ് ഇന്റേണൽ ആയിട്ടുള്ള ഫിനാൻഷ്യൽ സ്ട്രക്ചറിന്റെ അകത്തെ മാറ്റങ്ങളെയാണ് എന്തെന്ന് പറയുന്നത്, ഇന്റേണൽ റീകൺസ്ട്രക്ഷൻ എന്ന് പറയുന്നത്. മക്കളെ അടുത്തത് ഒരു ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്, വിച്ച് ഓഫ് ദ ഫോളോവിങ് ഈസ് ട്രൂ? താഴെ തന്നേക്കുന്നവയിൽ ഏതാണ് ശരിയായ സ്റ്റേറ്റ്മെന്റ്? ആ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിനകത്ത് തന്നെ കട്ട് ചെയ്ത് എടുത്ത് കയറ്റിയേക്കുന്നതാണ്. വിച്ച് ഓഫ് ദ ഫോളോവിങ് ഈസ് ട്രൂ? കോസ്റ്റ് അക്കൗണ്ടിങ് പറഞ്ഞേക്കാണ് കോസ്റ്റിംഗ് പ്ലസ് ആപ്ലിക്കേഷൻ ഓഫ് കോസ്റ്റ് കൺട്രോൾ മെത്തേഡ് പ്ലസ് അസർടൈൻമെന്റ് ഓഫ് പ്രോഫിറ്റബിലിറ്റി. ശരിയല്ലേ? കോസ്റ്റ് അക്കൗണ്ടിങ് എന്നാണ്, കോസ്റ്റിംഗ് പ്ലസ് ആപ്ലിക്കേഷൻ ഓഫ് കോസ്റ്റ് കൺട്രോൾ മെത്തേഡ് പ്ലസ് ഏതാണ് അസർടൈൻമെന്റ് ഓഫ് പ്രോഫിറ്റബിലിറ്റി. അടുത്തത് എന്നേക്കാണ് ഹിസ്റ്റോറിക്കൽ കോസ്റ്റിംഗ് എയിംസ് അറ്റ് എന്താണ് aims at ascertaining the actual cost where the standard cost aims at cost control. Historical cost aim ചെയ്യുന്നത് ascertaining the actual cost ascertain ചെയ്യാനാണ്. സ്റ്റാൻഡേർഡ് കോസ്റ്റ് aim ചെയ്യുന്നത് കോസ്റ്റ് കൺട്രോളിനാണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. And last one പറഞ്ഞേക്കാണ് marginal costing consider both fixed and variable cost for important decision making. മാർജിനൽ കോസ്റ്റിംഗ് എന്ന് പറയുന്നത് എന്താണ്, ഒരു മെത്തേഡ് ഓഫ് കോസ്റ്റിംഗ് അല്ല. മാർജിനൽ കോസ്റ്റിംഗ് എന്ന് പറയുന്ന ഒരു കോസ്റ്റ് ടെക്നിക്സ് ആണ്. ഇവരിവിടെ രണ്ട് ഇതിനെ കൺസിഡർ ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞത്, ഫിക്സഡിനെയും വേരിയബിളിനെയും കൺസിഡർ ചെയ്യുന്നുണ്ടോ? മാർജിനൽ കോസ്റ്റിംഗിൽ എന്തിനെ മാത്രമേ കൺസിഡർ ചെയ്യുന്നുള്ളൂ, വേരിയബിൾ കോസ്റ്റിനെ മാത്രമേ കൺസിഡർ ചെയ്യത്തുള്ളൂ. ഒരു പ്രൊഡക്റ്റ് കോസ്റ്റ് ആയിട്ട് കൺസിഡർ ചെയ്യുന്ന എന്തിനെ മാത്രമാണ്, വേരിയബിൾ കോസ്റ്റിനെ മാത്രമാണ്. ഫിക്സഡ് കോസ്റ്റിനെ അവർ എന്തായിട്ടാണ്, പീരീഡ് കോസ്റ്റ് ആയിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്, പ്രൊഡക്റ്റ് കോസ്റ്റ് ആയിട്ട് കൺസിഡർ ചെയ്യത്തില്ല. അപ്പൊ ഈ സ്റ്റേറ്റ്മെന്റ് തെറ്റാണ് അല്ലെ? അപ്പൊ നമുക്ക് നോക്കാം, ഓരോന്നും ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. നമ്മൾ ഇങ്ങനെ വായിക്കുമ്പോഴേ എന്താണ്, നമുക്ക് സബ്ജക്ട് അറിയാവുന്നതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യും, പെട്ടെന്ന് തന്നെ ആൻസർ ചെയ്യും. പക്ഷെ ഒരു പുതിയ ഒരാളെ സംബന്ധിച്ചിടത്തോളം, ഇതിനെപ്പറ്റി ആദ്യമായി പഠിച്ചു തുടങ്ങുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ കണ്ടു കഴിഞ്ഞാൽ ഇവർ എന്ത് ചെയ്തോണം, ഓരോ ഓപ്ഷനുകളും ഡീറ്റെയിൽ ആയിട്ട് എന്ത് ചെയ്യണം, പഠിക്കാനായിട്ട് ശ്രമിക്കണം. നമുക്ക് ആദ്യത്തെ സ്റ്റേറ്റ്മെന്റ് നോക്കാം. കോസ്റ്റ് അക്കൗണ്ടിങ് എന്ന് പറഞ്ഞാൽ എന്താണ്, കോസ്റ്റിംഗ് പ്ലസ് ആപ്ലിക്കേഷൻ ഓഫ് കോസ്റ്റ് കൺട്രോൾ മെത്തേഡ് പ്ലസ് അസർടൈൻമെന്റ് ഓഫ് പ്രോഫിറ്റബിലിറ്റി. ശരിയല്ലേ? കോസ്റ്റിംഗ് എന്ന് പറഞ്ഞാൽ, കോസ്റ്റ് അക്കൗണ്ടിംഗ് എന്ന് പറഞ്ഞാൽ എന്താണ്, കോസ്റ്റിംഗ് എന്ന് പറഞ്ഞാൽ എന്താണ്, ദ ടെക്നിക്സ് ഓഫ് ഡിറ്റർമിനിങ് ദ കോസ്റ്റ് ഓഫ് എ പ്രൊഡക്റ്റ്, ജോബ് ഓർ സർവീസസ് അല്ലെ. ഒരു പർട്ടിക്കുലർ ആയിട്ടുള്ള ജോബിൽ അല്ലെ സർവീസസിൽ ഒരു പ്രൊഡക്റ്റിൽ എത്രത്തോളം കോസ്റ്റ് ഇൻക്വയർ ആയി എന്ന് അസർടൈൻ ചെയ്യാനുള്ള ടെക്നിക്സിനെയാണ് കോസ്റ്റിംഗ് എന്ന് പറയുന്നത്. ആപ്ലിക്കേഷൻ ഓഫ് കോസ്റ്റ് കൺട്രോൾ മെത്തേഡ് എന്ന് പറഞ്ഞാൽ എന്താണ്, യൂസിങ് ദ ടൂൾ കീപ് ദ കോസ്റ്റ് വിത്തിൻ അക്സെപ്റ്റബിൾ ലിമിറ്റ്. അതായത് നമുക്ക് ബഡ്ജറ്റിങ്ങിന്, കൺട്രോളിങ്, ഇതിനൊക്കെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ഡിഫറെന്റ് ആയിട്ടുള്ള ടൂളുകൾ യൂസ് ചെയ്യുന്നുണ്ട്. എന്നാലല്ലേ നമുക്ക് അസർടൈൻ ചെയ്യാൻ പറ്റത്തുള്ളൂ. നമുക്ക് എന്താണ്, ഒരു കോസ്റ്റ് കൺട്രോൾ ചെയ്യണം, കോസ്റ്റ് എന്താണ് റെഡ്യൂസ് ചെയ്യണം, അല്ലെങ്കിൽ കോസ്റ്റ് പ്ലാൻ ചെയ്യണം, കോസ്റ്റ് കൺട്രോളിംഗ് പ്ലാനിങ് വേണം. ഇതിനെല്ലാം എന്ത് വേണം, ഡിഫറെന്റ് ആയിട്ടുള്ള ടൂളുകൾ യൂസ് ചെയ്താലല്ലേ പറ്റത്തുള്ളൂ. അപ്പൊ അത് എന്തിന് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്, കോസ്റ്റ് അക്കൗണ്ടിങ്ങിനകത്ത് വരുന്നതാണ് കോസ്റ്റിങ്ങും അതുപോലെ തന്നെ എന്താണ് ആപ്ലിക്കേഷൻ ഓഫ് കോസ്റ്റ് കൺട്രോൾ മെത്തേഡ്സും ആൻഡ് ദെൻ എന്താണ് പറഞ്ഞിരിക്കുന്നത്, അസർടൈൻമെന്റ് ഓഫ് പ്രോഫിറ്റബിലിറ്റി യൂസിങ് ദ കോസ്റ്റ് ഡേറ്റ ടു മെഷർ ദ പ്രൊഡക്റ്റ് വൈസ്, ഡിപ്പാർട്ട്മെന്റ് വൈസ്, ജോബ് വൈസ് പ്രോഫിറ്റബിലിറ്റി അല്ലേ. നിങ്ങൾ സിമ്പിൾ ആയിട്ട് ഓർത്ത് വെച്ചേ, ഒരു പ്രൊഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യാനായിട്ട് നിങ്ങൾക്ക് 1200 രൂപ ചെലവായാൽ മാത്രമല്ലേ നിങ്ങൾക്ക് എന്ത് ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ, അതിന്റെ പ്രൈസ് നിശ്ചയിക്കാനായിട്ട് പറ്റത്തുള്ളൂ അല്ലേ. നിങ്ങൾക്ക് എത്ര രൂപ ചെലവായി, അതിന് എത്ര രൂപ കോസ്റ്റ് ആയി എന്ന് അറിഞ്ഞാലേ ഉള്ളൂ അതിന് എന്ത് തീരുമാനിക്കാൻ പറ്റത്തുള്ളൂ, പ്രൈസ് നിശ്ചയിക്കാൻ പറ്റത്തുള്ളൂ. എന്നാലല്ലേ പ്രോഫിറ്റ് അനലൈസ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അതായത് കോസ്റ്റിനെക്കാളും കൂട്ടി നമ്മൾ എന്ത് നിശ്ചയിക്കണം, പ്രൈസ് നിശ്ചയിക്കണം. അപ്പൊ കോസ്റ്റ് എത്രയാണെന്ന് അറിയേണ്ടത് അനിവാര്യമാണ്. അപ്പൊ അസർടൈൻമെന്റ് ഓഫ് പ്രോഫിറ്റബിലിറ്റിക്ക് എന്ത് അനിവാര്യമാണ്, കോസ്റ്റ് അക്കൗണ്ടിങ് അനിവാര്യമായിട്ടുള്ള ഒന്നാണ് അല്ലെ. അതായത് യൂസിങ് ദ കോസ്റ്റ് ഡേറ്റ യൂസ് ചെയ്തുകൊണ്ടേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ, പ്രൊഡക്റ്റ് വൈസ് ആയിക്കോട്ടെ, ഡിപ്പാർട്ട്മെന്റ് വൈസ് ആയിക്കോട്ടെ, ജോബ് വൈസ് ആയിക്കോട്ടെ, നമുക്ക് പ്രോഫിറ്റ് അനലൈസ് ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ. ഇനി കോസ്റ്റ് അക്കൗണ്ടിങ് ഈസ് എ ബ്രോഡർ ആൻഡ് സിംപ്ലി ഫൈൻഡ് ഔട്ട് ദ കോസ്റ്റ് യൂണിറ്റ് ഒക്കെ നമുക്ക് പെട്ടെന്ന് തന്നെ കോസ്റ്റ് അക്കൗണ്ടിങ് യൂസ് ചെയ്തുകൊണ്ട് കണ്ടെത്താനായിട്ടൊക്കെ പറ്റും.
ഓക്കെ, അടുത്തത് നോക്കിയേ സ്റ്റേറ്റ്മെന്റ് 2 എന്താണ് വന്നിരിക്കുന്നത്? ഹിസ്റ്റോറിക്കൽ കോസ്റ്റിംഗ് എയിംസ് അറ്റ് അസർട്ടൈനിങ് ആക്ച്വൽ കോസ്റ്റ് അല്ലെ. ഹിസ്റ്റോറിക്കൽ കോസ്റ്റ് യൂസ് ചെയ്യുന്ന എന്തിനാണ്? അസർട്ടൈനിങ് ദ ആക്ച്വൽ കോസ്റ്റ് അസർട്ടൈൻ ചെയ്യാനാണ്. സ്റ്റാൻഡേർഡ് കോസ്റ്റ് യൂസ് ചെയ്യുന്ന എന്തിനു വേണ്ടിയാണ്? എയിംസ് അറ്റ് കോസ്റ്റ് കൺട്രോളിന് വേണ്ടിയാണ്. അത് വളരെ സിമ്പിൾ ആണ്, ആ വേർഡിൽ നിന്ന് തന്നെ കിട്ടും. ഹിസ്റ്റോറിക്കൽ കോസ്റ്റ് എന്ന് പറയുന്ന റെക്കോർഡ് ദ ആക്ച്വൽ കോസ്റ്റ് ഇൻക്വയർഡ്. ഹിസ്റ്റോറിക്കൽ കോസ്റ്റ് എന്ന് പറഞ്ഞാൽ ആക്ച്വലി എത്രത്തോളം കോസ്റ്റ് സംഭവിച്ചു എന്നത് റെക്കോർഡ് ചെയ്യുകയാണ് ഹിസ്റ്റോറിക്കൽ കോസ്റ്റ് ചെയ്യുന്നത്. പർപ്പസ് ടു മെഷർ ദ റിപ്പോർട്ടിംഗ് വാട്ട് ഹാസ് ബീൻ സ്പെൻഡ്. നമ്മളൊരു കാര്യത്തിന് വേണ്ടി എത്ര രൂപ ചെലവാക്കി അല്ലെ എത്രത്തോളം കോസ്റ്റ് ഇൻക്വയർ ആയി എന്നുള്ളതാണ്, എത്രത്തോളം കോസ്റ്റ് ഉണ്ടായി എന്നുള്ളതാണ് ഏതിനകത്ത് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത്? ഹിസ്റ്റോറിക്കൽ കോസ്റ്റിംഗിൽ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. എന്നാൽ സ്റ്റാൻഡേർഡ് കോസ്റ്റ് എന്ന് പറയുന്നത് എന്താണ്? പ്രീ ഡിറ്റർമിൻഡ് ആയിട്ട് നമ്മൾ ഒരു സ്റ്റാൻഡേർഡ് വെച്ചേക്കുക അല്ലെ പ്രീ ഡിറ്റർമിൻഡ് ആയിട്ട് ഒരു കോസ്റ്റ് സെറ്റ് ചെയ്ത് വെച്ചേക്കുവാണ്. എന്നിട്ട് എന്താണ് നമ്മൾ മെറ്റീരിയലിനും ലേബറിനും ഓവർഹെഡിനും എല്ലാം എന്ത് ചെയ്യുന്നുണ്ട്? പ്രീ ഡിറ്റർമിൻ ചെയ്ത് ഒരു കോസ്റ്റ് സെറ്റ് ചെയ്ത് വെക്കുന്നതിനെയാണ് സ്റ്റാൻഡേർഡ് കോസ്റ്റിംഗ് എന്ന് പറയുന്നത്. എന്നിട്ട് എന്ത് ചെയ്യുക? ആക്ച്വൽ ആയിട്ട് സംഭവിച്ച കോസ്റ്റ് ഉണ്ടായിരിക്കും. എന്നിട്ട് ഇവ തമ്മിൽ എന്ത് ചെയ്യും? നമ്മൾ വെരിഫൈ ചെയ്ത് നോക്കുക അല്ലെങ്കിൽ കമ്പയർ ചെയ്ത് നോക്കി വേരിയൻസ് കണ്ടെത്തുകയാണ് ഏതിൽ ചെയ്യുന്നത്? സ്റ്റാൻഡേർഡ് കോസ്റ്റിംഗിൽ ചെയ്യുന്നത്. ആ സ്റ്റേറ്റ്മെന്റ് എന്താണ്? ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. ഇനി മൂന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് നോക്കിയേ. മൂന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് ശരിയാണോ? തെറ്റായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ് അല്ലെ. മാർജിനൽ കോസ്റ്റിംഗ് കൺസിഡർ ബോത്ത് ഫിക്സഡ് ആൻഡ് വേരിയബിൾ കോസ്റ്റ്. രണ്ട് കോസ്റ്റിനെയും കൺസിഡർ ചെയ്യത്തില്ല ഡിസിഷൻ മേക്കിംഗ്. അല്ലെ ഒരു പ്രൊഡക്റ്റ് കോസ്റ്റ് ആയിട്ട് എന്തിനെ മാത്രമേ കൺസിഡർ ചെയ്യത്തുള്ളൂ? വേരിയബിൾ കോസ്റ്റിനെ മാത്രമേ ഏതിൽ കൺസിഡർ ചെയ്യത്തുള്ളൂ? മാർജിനൽ കോസ്റ്റിംഗിൽ കൺസിഡർ ചെയ്യത്തുള്ളൂ. മാർജിനൽ കോസ്റ്റിംഗ് ഒരു മെത്തേഡ് ഓഫ് കോസ്റ്റിംഗ് അല്ല, ഒരു കോസ്റ്റ് ടെക്നിക്സ് ആണെന്നും കൂടി ഓർത്ത് വെച്ചോണം. മാർജിനൽ കോസ്റ്റിംഗ് is also called variable or direct costing, treated as a variable cost as a product cost. ഞാൻ പറഞ്ഞില്ലേ വേരിയബിൾ കോസ്റ്റിനെ എന്തായിട്ടാണ് ട്രീറ്റ് ചെയ്യുന്നത്? പ്രൊഡക്റ്റ് കോസ്റ്റ് ആയിട്ടാണ്. ഫിക്സഡ് കോസ്റ്റിനെ എന്തായിട്ടാണ് ട്രീറ്റ് ചെയ്യുന്നത്? പീരിയഡ് കോസ്റ്റ് ആയിട്ടാണ്. ഇൻ ഷോർട്ട് റൺ എന്താണ് ഇൻസിഡന്റൽ ഡിസിഷൻ? നമ്മളിപ്പോൾ ഒരു ഡിസിഷൻ ഒക്കെ എടുക്കണമെങ്കിൽ, ഒരു പ്രോപ്പർ ആയിട്ടുള്ള ഡിസിഷൻ എടുക്കണമെങ്കിൽ മാർജിനൽ കോസ്റ്റിനെ ബേസ് ചെയ്താണെങ്കിൽ അവർ എന്തിനെ മാത്രമേ കൺസിഡർ ചെയ്യത്തുള്ളൂ? ഫിക്സഡ് കോസ്റ്റിനെ വേരിയബിൾ കോസ്റ്റിനെ മാത്രമേ കൺസിഡർ ചെയ്യത്തുള്ളൂ. ഫിക്സഡ് കോസ്റ്റിനെ കൺസിഡർ ചെയ്യത്തില്ല. മക്കളെ മനസ്സിലാകുന്നുണ്ടല്ലോ? കൃത്യമായി മനസ്സിലാക്കി എന്ത് ചെയ്യുക? പഠിക്കാനായിട്ട് ശ്രമിക്കുക. ഓക്കെ ആണല്ലോ? അപ്പൊ നമ്മൾ ഇതിന്റെ ഒരു കൺക്ലൂഷൻ പറയുകയാണെങ്കിൽ എന്തായിരുന്നു? ആദ്യത്തെ ട്രൂ ആണ്, രണ്ടാമത്തെ ട്രൂ ആണ്, മൂന്നാമത്തെ എന്താണ്? ഫോൾസ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. ഓക്കെ ആണല്ലോ? ക്ലിയർ ആണല്ലോ? കൃത്യമായി മനസ്സിലാക്കണം. ഞാനിപ്പോൾ ഒരു 3 അല്ലെങ്കിൽ 4 ക്വസ്റ്റ്യൻ ആണ് നിങ്ങളുടെ മുന്നിൽ ഡിസ്കസ് ചെയ്തത്. ഈ ക്വസ്റ്റ്യനുകൾ കാണുമ്പോൾ, ഈ ഡിസ്കസ് ചെയ്ത പാറ്റേൺ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലായല്ലോ. അതായത് നമ്മൾ ഒരു കാര്യത്തെക്കുറിച്ച് ഒരു ക്വസ്റ്റ്യൻ കണ്ടു കഴിഞ്ഞാൽ ജസ്റ്റ് ആ ക്വസ്റ്റ്യൻ വായിച്ചിട്ട് ആൻസർ പറഞ്ഞു പോവുകയല്ല ചെയ്യേണ്ടത്, ആൻസർ കണ്ടെത്തുകയല്ല ചെയ്യേണ്ടത്. 4 ഓപ്ഷൻ ആണ് തന്നേക്കുന്നത്. ആ 4 ഓപ്ഷനിലും എന്താണ് പറഞ്ഞേക്കുന്നത്, അല്ലെ അതിൽ നിന്ന് എന്തൊക്കെ പഠിക്കാനുണ്ട്, ഇതിൽ നിന്നൊക്കെ തന്നെ ആയിരിക്കും വീണ്ടും കറങ്ങി തിരിഞ്ഞു എന്ത് വരുന്നത്? ക്വസ്റ്റ്യൻ വരുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ എന്ത് ചെയ്യുക? ഇൻഡെപ്ത് ആയിട്ട് ഓരോ ക്വസ്റ്റ്യനെ എന്ത് ചെയ്യുക? അപ്രോച്ച് ചെയ്യുക. അങ്ങനെയാണ് എങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാനായിട്ട് പറ്റും? ഈ ഒരു എക്സാമിന് നല്ല മാർക്ക് സ്കോർ ചെയ്ത് മുന്നോട്ട് വരാനായിട്ട് പറ്റും. ഇത് ഒരു സ്ട്രാറ്റജിയാണ്. ഈ ഒരു സ്ട്രാറ്റജി ഫോളോ ചെയ്ത് പോകണം. ഓരോ ക്വസ്റ്റ്യൻ പേപ്പറും, ഞാനിപ്പോൾ 4 ക്വസ്റ്റ്യൻ, നമ്മൾ ഇതുപോലെ തന്നെ ഈ സെയിൽസ് ടാക്സ് ഓഫീസറിന്റെ ഈ എസ് ടിയുടെ മുഴുവൻ ക്വസ്റ്റ്യനുകളും നമ്മൾ ഇതുപോലെ എന്താണ് യൂട്യൂബിൽ വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും, പല വീഡിയോകളായിട്ട് വരുന്നതായിരിക്കും. അപ്പം നിങ്ങൾ എന്ത് ചെയ്യുക? നമ്മളുടെ ചാനലൊക്കെ സബ്സ്ക്രൈബ് ചെയ്ത് എല്ലാ ക്വസ്റ്റ്യനുകളും കാണാനും പഠിക്കാനായിട്ടും ശ്രമിക്കണം. അതുപോലെ തന്നെ നമ്മളുടെ പുതിയ വരുന്ന ബാച്ചിലേക്ക് നിങ്ങൾ ഉടനെ തന്നെ താഴെ കാണുന്ന നമ്പറിൽ എന്ത് ചെയ്യുക? കോൺടാക്ട് ചെയ്തിട്ട് നമ്മുടെ പുതിയ ബാച്ചിലേക്ക് എന്ത് ചെയ്യുക? ജോയിൻ ചെയ്യാനായിട്ട് ശ്രമിക്കുക. കൃത്യമായ സ്ട്രാറ്റജിയോട് കൂടിയാണ് നമ്മൾ പഠിച്ചു പോകുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യാനായിട്ട് പറ്റും? നല്ലൊരു റാങ്കിലേക്ക് എത്താനായിട്ട് ഇത് സഹായിക്കും. നമുക്ക് പറയാം, ഒരു പ്രോപ്പർ ആയിട്ടുള്ള ഒരു ഗൈഡൻസ് ഉണ്ടെങ്കിൽ മാത്രമാണ് നമുക്ക് എന്ത് ചെയ്യുന്നത്? സക്സസിലേക്ക് എത്താനായിട്ട് പറ്റുന്നത്. അല്ലാതെ നമ്മൾ കാട് കയറി പഠിച്ചിട്ടോ അല്ലെങ്കിൽ നമ്മൾ ഇങ്ങനെ ഉറക്കളച്ചിരുന്ന് പഠിച്ചിട്ടോ കാര്യമില്ല. എന്താണ് പഠിക്കേണ്ടതെന്ന് അറിഞ്ഞു പഠിക്കണം. എന്നാൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ? നല്ലൊരു റാങ്ക് നേടാനും നല്ലൊരു പൊസിഷനിലേക്ക് എത്താനും പറ്റത്തുള്ളൂ. അപ്പോൾ ഇതുപോലൊരു എക്സാം ഒക്കെ നമ്മളുടെ മുന്നിൽ ഇങ്ങനെ ഒരു ഓപ്പർച്യൂണിറ്റി ആയിട്ട് വരാൻ പോകുന്ന സാഹചര്യത്തിൽ നിങ്ങൾ എന്ത് ചെയ്യുക? നല്ലൊരു ഇൻസ്റ്റിറ്റ്യൂട്ട് തന്നെ, അതായത് മാസ്റ്റർ കീ എന്ന് പറയുന്ന നമ്മളുടെ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് തന്നെ ചൂസ് ചെയ്ത് എന്ത് ചെയ്യാനായിട്ട് ശ്രമിക്കുക? പഠിക്കാനായിട്ട് ശ്രമിക്കുക. ഓക്കെ ആണല്ലോ? ക്ലിയർ ആണല്ലോ? അപ്പൊ നമ്മൾ ഇതേ രീതിയിലായിരിക്കും ക്ലാസ്സുകൾ പോകുന്നത്. പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും രീതിയിലുള്ള സജഷൻസ് ഉണ്ട്, ഇനി ഒരു പോർഷൻസ് ഒന്ന് ക്ലാസ് ആയിട്ട് എടുക്കണം, അല്ലെങ്കിൽ കൂടുതൽ ക്വസ്റ്റ്യനുകൾ ഡിസ്കസ് ചെയ്യണം, അങ്ങനെ എന്തെങ്കിലുമൊക്കെ സജഷൻസ് ഉണ്ട് എങ്കിൽ അത് നിങ്ങൾക്ക് എന്ത് ചെയ്യാം? കമന്റ് ആയിട്ട് ഇടാവുന്നതാണ്. ആ കമന്റ് കണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നതായിരിക്കും? അതേ രീതിയിലുള്ള ക്ലാസ്സുകളൊക്കെ മുന്നോട്ട് നിങ്ങൾക്ക് യൂട്യൂബിലൂടെയൊക്കെ പ്രൊവൈഡ് ചെയ്യുന്നതാണ്. സിസ്റ്റമാറ്റിക് ആയിട്ട് പഠിക്കുക, കൺസിസ്റ്റന്റ് ആയിട്ട് പഠിക്കുക, ഒരു റിസൾട്ട് ഓറിയന്റഡ് ആയിട്ട് തന്നെ പഠിച്ചു മുന്നോട്ട് പോവുക. നിങ്ങൾക്ക് എപ്പോൾ നിങ്ങളുടെ കയ്യിൽ അഡ്വൈസ് എത്തുന്നോ, എപ്പോൾ അപ്പോയിന്റ്മെന്റ് ഓർഡർ എത്തുന്നോ അതുവരെ എന്ത് ചെയ്തോണം? കണ്ടിന്യൂസ് ആയിട്ട് പഠിച്ചുകൊണ്ടിരിക്കുക. ഒരു എക്സാമും നിങ്ങളുടെ എൻഡ് അല്ല. ഒരു എക്സാം കഴിഞ്ഞ് കഴിയുമ്പോൾ അടുത്ത എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുക. നിങ്ങൾക്ക്
കൺസിസ്റ്റന്റ് ആയിട്ടുള്ള പഠനമുള്ള ആളുകൾക്ക് മാത്രമാണ് വിജയം ഉണ്ടായിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക, കൺസിസ്റ്റന്റ് ആയിട്ടുള്ള ഒരു പഠനത്തിലേക്ക് എല്ലാവരും മുന്നോട്ട് വരിക. അപ്പം നമുക്ക് ഒന്നിച്ച് പഠിച്ചു തുടങ്ങാം. സെയിൽസ് ടാക്സ് ഓഫീസർ അല്ലെ, ഈ ഒരു സ്റ്റേറ്റ് ടാക്സ് ഓഫീസറിൻ്റെ അകത്ത്, ഈ STOയ്ക്കകത്ത് നിങ്ങൾ എല്ലാവരും എന്ത് ചെയ്യണം, ലിസ്റ്റിൽ വരണം. നിങ്ങൾക്ക് എല്ലാവർക്കും തന്നെ ജോലി കിട്ടാനും പറ്റണം. അപ്പം ഞാൻ ഈ ഒരു വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. അപ്പം നിങ്ങൾ എന്ത് ചെയ്യുക, കൃത്യമായിട്ട് പഠിക്കുകയും കൃത്യമായി ഫോക്കസ് ചെയ്യുകയും ചെയ്യുക. കൂടുതൽ MCQs വർക്കൗട്ട് ചെയ്യുക. ഇതുപോലുള്ള ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോസുമായിട്ട് വീണ്ടും ഞാൻ വരുന്നതാണ്. താങ്ക് യു. ഇറ്റ്സ് മീ വിഷ്ണു.